നോക്കാം. ശ്രദ്ധിക്കുക, നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഇവിടെ തന്നെ കുറെ പഠിച്ചിട്ടാണ് പോയത് അല്ലേ? ആണോ? നമുക്ക് പറയണതാ അല്ല, ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോയത്, പഠിച്ചിട്ട് വരുവാണ് അല്ലേ? ഒന്നൊരു കാര്യം ചെയ്താലും മാഷോട് നമ്മൾ ആദ്യം നോക്കിയത് എന്തായിരുന്നു? കെമിസ്ട്രിയുടെ ഡെഫിനിഷൻ ആണ് അല്ലെ? ചെറിയൊരു ഡെഫിനിഷൻ ഒരു ബാക്കി പഠിച്ചു. എന്തായിരുന്നു? കെമിസ്ട്രി ഇസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് which deals with the properties, preparation and structure and reactions of the material substances അല്ലേ? പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ട എന്തായിരുന്നു? ശേഷം അടുത്ത ഡെഫിനിഷൻ എന്തായിരുന്നു? മാറ്റർ ആണ് അല്ലെ? മാറ്ററിന്റെ ബേസിക് ഡെഫിനിഷൻ എന്തായിരുന്നു? മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? മാസ് പ്ലസ് വോളിയം അല്ലെ? എനിത്തിങ് വിച്ച് ഓക്യുപ്പൈ സ്പേസ് ആൻഡ് ഹാവ് എ ഡെഫിനിറ്റ് മാസ് ഈസ് കോൾഡ് മാറ്റർ. പിന്നെ ഒരു ഫ്ലോ ചാർട്ട് ആണ് കണ്ടത് അല്ലെ? അല്ല, മാറ്റർ ഫിസിക്കൽ സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിൽ മാറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയായിരുന്നു? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. പിന്നെ ഏതായിരുന്നു? steam condensate, fermionic condensate, quark, glucon, plasma. നാലാമത്തേതായിരുന്നു പ്ലാസ്മ. പിന്നെ അതിന് ശേഷം മാറ്ററിനെ നമ്മൾ എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്തു? രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തു അല്ലെ? രണ്ട് രീതിയിലുള്ള മാറ്ററുകളാണെന്ന് പറഞ്ഞു. ഏതാ? പ്യുവർ സബ്സ്റ്റാൻസസും മിക്സ്ചേഴ്സും. പ്യുവർ സബ്സ്റ്റാൻസസ് എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്തു? രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? എലമെന്റ്സും കോമ്പൗണ്ട്സും. എന്തായിരുന്നു പ്യുവർ സബ്സ്റ്റാൻസസ്? വിച്ച് കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ? വിച്ച് കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ. എലമെന്റ്സ് എന്തായിരുന്നു? വിച്ച് കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റംസ്. കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റം. അതിന്റെ ബേസിക് പാർട്ടിക്കിളിൽ ഒന്നിലധികം എന്തുണ്ടാവും? ആറ്റംസ് ഉണ്ടാവും. അപ്പൊ എലമെന്റ്സും പിന്നെന്താണ്? കോമ്പൗണ്ട്സ്. അതിന് ശേഷം നമ്മൾ കണ്ടത് എന്തായിരുന്നു? മിക്സ്ചേഴ്സ്. മോർ ദാൻ one type of particles അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ വന്നില്ല എന്ന് പറഞ്ഞില്ല. വോയിസ് അയച്ചിട്ട് പ്ലാണോ അയച്ചേ? അയച്ചോളൂട്ടോ. മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് എവിടെ മക്കളെ? പിന്നെ നമ്മൾ കണ്ടെന്തായിരുന്നു? ഹോമോജീനിയസും ഹെട്രോജീനിയസും. ഹോമോന്റെ ബേസിക് വേർഡ് എന്താ? ഡിസ്ട്രിബ്യൂഷൻ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഹെട്രോന്റെ എന്താ? ഡിഫറെന്റ് കോമ്പോസിഷൻ അറ്റ് ഡിഫറെന്റ് പാർട്സ്. അതിൽ ഹോമോജീനിയസിന് എക്സാമ്പിൾസ് എന്തായിരുന്നു? ഓൾ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ആൻഡ് എയർ അല്ലെ? ഹെട്രോജീനിയസിനുള്ള എക്സാമ്പിൾസ് എന്തായിരുന്നു? സീ വാട്ടർ ആൻഡ് മഡി വാട്ടർ, സോയിൽ അല്ലെ? ഇതൊക്കെ എന്തായിരുന്നു? ഈ പറയുന്ന ഹെട്രോജീനിയസ് ആയിട്ടുള്ള മിക്സേഴ്സ് ആയിരുന്നു അല്ലെ? കുറച്ചായിട്ട് ചോദിക്കാം. ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? എന്നാലും ചോദിക്കാം. ഹെഡിങ് കൊടുക്കുക, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോ ഈ ഒബ്ജക്ട്സിന്റെ അല്ലെങ്കിൽ ഈ വസ്തുക്കളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഈ പറയുന്ന ഒരാളുടെ സ്വഭാവം അല്ലെങ്കിൽ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സവിശേഷതകൾ നമ്മൾ എങ്ങനെയാണ് പറയുക? രണ്ട് രീതിയിലുള്ള സവിശേഷതകളുണ്ട് അല്ലെ? ഒന്ന് അദ്ദേഹത്തിന്റെ എന്താണ്? ഫിസിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ? ഒരാളുടെ ഉയരം അല്ലെ? അയാളുടെ വണ്ണം, ശരിയല്ലേ? അയാൾക്ക് എത്ര ആരോഗ്യമുണ്ട്, എന്തൊക്കെ അസുഖങ്ങളുണ്ട്, ഇത് തിരിച്ചും എന്താണ്? ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? അതുപോലെ തന്നെ അത് മാത്രമാണ് ഒരാളെ കുറച്ച് വിലയിരുത്തുമ്പോൾ നമ്മൾ നോക്കുക അല്ല, വിലയിരുത്തുമ്പോൾ വേറെ കാര്യങ്ങളൊന്നും നോക്കൂല. അയാളുടെ പെരുമാറ്റം എന്താണ്, അയാളുടെ മനസ്സെങ്ങനെയാണ് അല്ലെ? അത് രണ്ട് നേച്ചർ അല്ലേ? ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ പോലെയാണോ മറ്റേ കാര്യങ്ങൾ? അല്ല. അതുപോലെ തന്നെ നമ്മൾ സബ്സ്റ്റാൻസസിനെ പഠിക്കുന്ന സമയത്തും അതിന്റെ മാറ്ററിന്റെ സബ്സ്റ്റാൻസസ് നമുക്ക് എത്ര കാറ്റഗറി ആയിട്ട് മനസ്സിലാക്കാം? രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. ഒന്ന് എന്താ? ഫിസിക്കൽ പ്രോപ്പർട്ടീസും മറ്റൊന്ന് കെമിക്കൽ പ്രോപ്പർട്ടീസും. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ കളർ എന്താണ്, അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്താണ്, അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്, തുടങ്ങിയ സംഗതികളാണ് എന്ത്? ഈ പറയുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതേസമയം കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താ? അത് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യുന്നത്, ആ സാധനം ആസിഡിന്റെ കൂടെ ബിഹേവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ബേസിന്റെ കൂടെ ബിഹേവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റിന്റെ കൂടെ റിയാക്ട് ചെയ്യുമെന്നാണ് പൊതുവിൽ പറഞ്ഞാൽ എന്താണ്? റിയാക്ഷൻസ് അല്ലെ? ഇതാണ് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പൊ കെമിക്കൽ റിയാക്ഷൻസിനെ ആണ് നമ്മൾ എന്ന് പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്താണ്? ഈ പറഞ്ഞ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ് തുടങ്ങിയ കാര്യങ്ങൾ, നിറം എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്ത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക.
അപ്പോ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് ഒരു ഗുണമുണ്ട്. അതായത് നമ്മളിപ്പോ വെള്ളം എടുക്കുകയാണെന്ന് കരുതാം. വെള്ളത്തിന്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് എന്ത്? ബോയിലിംഗ് പോയിന്റ്. വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ? വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാടാ? എത്ര ഡിഗ്രിയാ? ഉറക്കെ പറഞ്ഞടാ. 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് എങ്ങനെയാ 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് മനസ്സിലാവുക? വെള്ളം എടുത്തിട്ട് എന്താക്കി വെക്കുക? വെള്ളം എടുത്തിട്ട് എന്താക്കുക? ചൂടാക്കുക. ചൂടാക്കുമ്പോ 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോ ഇത് എന്തായിട്ട് മാറും? നീരാവിയായിട്ട് മാറും അല്ലെ? എന്തായിട്ട് മാറാൻ തുടങ്ങും? നീരാവിയായിട്ട് മാറാൻ തുടങ്ങും. ശരിയല്ലേ? 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ എന്തായിട്ട് മാറും? സ്റ്റീം ആയിട്ട് മാറും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രി ആണെന്ന് മനസ്സിലാവും. ശരിയല്ലേ? ഇത് 100 ഡിഗ്രി ആണെന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല എന്താ? H2O. വെരി ഗുഡ്. സ്റ്റീമിന്റെ കെമിക്കൽ ഫോർമുല എന്താ? ഇതന്നെയാ, H2O തന്നെ. കെമിക്കൽ ഫോർമുല മാറിയോ? കെമിക്കൽ ഫോർമുല മാറിയോ? കെമിക്കൽ ഫോർമുല മാറില്ല അല്ലെ? അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടെത്തുമ്പോ ആ കോമ്പൗണ്ടിന്റെ കോമ്പോസിഷൻ എന്തായിട്ട് തുടരും? സെയിം ആയിട്ട് തുടരും. എന്ത് സെയിം ആയിട്ട് തുടരും? കോമ്പോസിഷൻ. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള ആൾക്കാരുടെ അളവ് സെയിം ആയിട്ട് തുടരും. ഉദാഹരണത്തിന് ഇവിടെ 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ അല്ലേ? നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി കണ്ടെത്തി. എത്ര ഡിഗ്രിയാ? അപ്പൊ കണ്ടെത്തിയതിന് ശേഷവും എത്ര തന്നെയാണ്? 2 ഹൈഡ്രജനും 1 ഓക്സിജനും തന്നെയാണ് അല്ലെ? അതിന്റെ ഫോർമുലയിൽ മാറ്റം വന്നോ? അതിന്റെ കെമിക്കൽ സെക്ഷനിൽ മാറ്റം വന്നോ? ഇല്ല. അപ്പൊ എന്താ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എന്തിനു മാറ്റം വരില്ല? എന്തിനു മാറ്റം വരില്ല? പറയേ. കോമ്പോസിഷനിൽ മാറ്റം വരില്ല. വി ക്യാൻ മെഷർ ഓർ ഒബ്സർവ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് without changing the composition. Without changing the composition. എന്താ പറഞ്ഞത്? We can measure or observe in the properties. In the properties are physical properties without changing composition. Compositionൽ മാറ്റമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിനെയാണ് എന്ന് വിളിക്കുന്നത് നമ്മൾ. എന്ത് പ്രോപ്പർട്ടീസാ? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പൊ എങ്ങനെ പറയാം നമുക്ക്? പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് അല്ലെ? എന്താണ് പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ്? ചേട്ടൻ എന്ത് പറയണോ? ചേട്ടൻ എന്തിനാ പോണേ? ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയാ? എവിടെയാ? ഇവിടെ ചുറ്റളവിൽ പോകാനാ? അപ്പൊ പറഞ്ഞു തന്നെ. അപ്പൊ എന്താ പ്രത്യേകത? എന്താ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ വ്യത്യാസം? പ്രത്യേകത കോമ്പോസിഷനിൽ മാറ്റില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോമ്പോസിഷനിൽ മാറ്റില്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ആ ഡെഫിനിഷൻ ഇവിടെ പഠിച്ചത് എന്താ? പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി മെഷർഡ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ. അപ്പൊ പറഞ്ഞ എന്താ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് പറഞ്ഞോ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ. കോമ്പോസിഷനിൽ മാറ്റമില്ലാതെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണെന്ന് പ്രോപ്പർട്ടീസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതേസമയം വാട്ടർ ഹൈഡ്രജന്റെ കൂടെ ഓക്സിജന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിട്ട് മാറും. കേട്ടോ? അപ്പൊ അതൊരു എന്താ കെമിക്കൽ പ്രോപ്പർട്ടി ആണല്ലേ? അവിടെ എന്താ സംഭവിച്ചത്? റിയാക്ഷന് മുന്നേ 2 ഹൈഡ്രജനും 1 ഓക്സിജൻ ആയിരുന്നു. റിയാക്ഷന് ശേഷമോ 2 ഹൈഡ്രജനും 2 ഓക്സിജനുമായി. ശരിയല്ലേ? 2 ഹൈഡ്രജനും 2 ഓക്സിജനുമായി. കണ്ടോ? അവിടെ എന്ത് മാറി? നമ്മൾ ഓക്സിജനായിട്ടുള്ള ഈ റിയാക്ഷൻ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ്
വാട്ടർ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തത് എന്ന് പരിശോധിക്കുമ്പോൾ അതിന്റെ എന്ത് മാറിപ്പോയി? അതിന്റെ കോമ്പോസിഷൻ മാറിപ്പോയി. അതിനെ നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കോമ്പോസിഷൻ എന്താണ് മാറിപ്പോയി എന്നുള്ളതാണ്. കുഴപ്പമില്ലല്ലോ. ഇതാണ് എന്ത് പ്രോപ്പർട്ടി? അപ്പോ പറയൂ, എന്ത് പ്രോപ്പർട്ടിയാ? കെമിക്കൽ പ്രോപ്പർട്ടി. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യുമ്പോൾ എന്ത് മാറില്ല? കോമ്പോസിഷൻ മാറില്ല. കെമിക്കൽ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന്റെ എന്ത് മാറും? കോമ്പോസിഷൻ മാറും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കെമിക്കൽ ചേഞ്ച് നടന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏത് പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ? ഏത് പ്രോപ്പർട്ടീസ്? കെമിക്കലാ ഫിസിക്കലാ? കെമിക്കലാ ഫിസിക്കലാ? കെമിക്കൽ. അപ്പൊ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ പ്രത്യേകത എന്താണ്? പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓൺലി ബൈ ദ occurrence of a chemical change. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. occurrence of change composition എന്നും ആവും. പിടികിട്ടി? അതായത് വേറെ സാധനമായിട്ട് മാറും. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ എന്തിലും മാറ്റില്ല. പറയേ, സാധനം മാറുമോ? കെമിക്കൽ പ്രോപ്പർട്ടി ആണ് നിങ്ങൾ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിച്ചു കഴിഞ്ഞ് വരുമ്പോ അത് എന്ത് മാറിയിട്ടുണ്ടാവും? ആ സാധനം മാറിയിട്ടുണ്ടാവും. കുഴപ്പമില്ലല്ലോ. അപ്പോ ജസ്റ്റ് ഡെഫിനിഷൻസ് കൈയോടൊന്നുകൂടെ പറഞ്ഞേ. എന്താ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടീസ് which can be measured by the change in പെൺകുട്ടികൾ പറയുന്നില്ലോ, പറയോ? ചേഞ്ച് അല്ലടാ, വിത്തൗട്ട് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ. എന്താ കെമിക്കൽ പ്രോപ്പർട്ടി? പ്രോപ്പർട്ടീസ് which can be measured only by the occurrence of a chemical change. എഴുതി. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് which can be measured, properties which can be measured without changing the composition are called physical properties. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടി നടക്കണമെങ്കിൽ കെമിക്കൽ ചേഞ്ച് വേണം. ഫിസിക്കൽ പ്രോപ്പർട്ടി മനസ്സിലാക്കണമെങ്കിൽ പറയടാ മക്കളെ, ഫിസിക്കൽ പ്രോപ്പർട്ടി വേണോ? അല്ല സർ, കെമിക്കൽ ചേഞ്ച് വേണോ ഫിസിക്കൽ പ്രോപ്പർട്ടി മനസ്സിലാക്കാൻ? വേണ്ട. വിത്തൗട്ട് ചേഞ്ചിങ് ദ കോമ്പോസിഷൻ. എക്സാമ്പിൾസ് എഴുതുക. കളർ. ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾസ് എഴുതുക. ഓർഡർ, പിന്നെന്താ മെൽറ്റിംഗ് പോയിന്റ്. പിന്നെന്താ ബോയിലിംഗ് പോയിന്റ്, അല്ലേ? അങ്ങനെ പോകുന്നു. കളറ്, ഓർഡർ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി, മാസ്. ഇതൊക്കെ എന്താണ് ഈ പറയുന്ന കെമിക്കൽ അല്ല, ഇതൊക്കെ എന്തിനും ഉദാഹരണങ്ങളാ? ഫിസിക്കലിനുണ്ടാവും. കളർ നോക്കാൻ കെമിക്കൽ ചേഞ്ച് നടക്കണ? വേണ്ട. സ്മെല്ല് നോക്കാൻ കെമിക്കൽ ചേഞ്ച് നടക്കണ? വേണ്ട. മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി, മാസ് ഒക്കെ അറിയുമ്പോൾ സാധനം മാറുമോ? സാധനം മാറില്ല. അപ്പൊ ഇനിയാണ് എന്ത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയുന്നത്. അടുത്ത എഴുതുക. കെമിക്കൽ പ്രോപ്പർട്ടീസ്. എന്താ കെമിക്കൽ പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടീസ് which can be measured only with properties which can be measured only with properties which can be measured only with എങ്ങനെയാണ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ? by the occurrence of a chemical change. by the occurrence of a chemical change. കെമിക്കൽ ചേഞ്ചിന്റെ ഒക്കറൻസ് നടന്നാൽ മാത്രമേ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് എഴുതുക. എക്സാമ്പിൾസ് എന്താണ്? എക്സാമ്പിൾസ് വരുന്നത് കമ്പസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഹൗ ദേ റിയാക്ട് വിത്ത് ഓക്സിജൻ. പിന്നെന്താ? റിയാക്ടിവിറ്റി ടു ആസിഡ്സ് ആൻഡ് ബേസസ്. കമ്പസ്റ്റബിലിറ്റി, റിയാക്ടിവിറ്റി to acids and bases. Okay. അടുത്ത ഹെഡിങ് കൊടുക്കുക. കഴിഞ്ഞോ? ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും. അടുത്ത ഹെഡിങ് കൊടുക്കുക. മാസ് ആൻഡ് വെയിറ്റ് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഇന്ന് നമുക്ക് നിയമങ്ങൾ പഠിപ്പിക്കാം. ഒരു 5 നിയമം നമുക്ക് പഠിക്കാണ്ടതില്ല. അത് കഴിഞ്ഞാൽ മോൾ കോൺസെപ്റ്റ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഫിസിക്സിൽ പഠിക്കാം. മെയിൻ സാധനങ്ങളിലേക്ക് ഇപ്പൊ എത്തും നമ്മൾ. മാസ് ആൻഡ് വെയിറ്റ്.
മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സബ്സ്റ്റൻസിൽ എത്ര മാറ്റർ ഉണ്ടോ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? മാസ്. മാറ്ററിന്റെ അളവ്. എന്താണ് മാറ്ററിന്റെ അളവ്? എത്ര മാറ്റർ ഉണ്ട്, അവിടെ എത്ര മാറ്റർ ഉണ്ട്, ഇത്ര മാറ്റർ ഉണ്ട്. അപ്പൊ അതിന്റെ മാസാണ് നമ്മൾ പറയുന്നത്. എന്താണ് മാസ്? വെയിറ്റ് ആണോ? അല്ല. വെയിറ്റ് എന്താണ്? വെയിറ്റും മാസും വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ചന്ദ്രനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് എന്തായിട്ടാ ഫീൽ ചെയ്യുക? കുറവായിട്ടാണ് ഫീൽ ചെയ്യുക. പഠിച്ചിട്ടില്ലേ അത്? കാരണം ചന്ദ്രനിൽ എന്ത് കുറവാ? ഗ്രാവിറ്റേഷൻ കുറവാണ്. എല്ലാ വസ്തുക്കളെയും ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ പ്ലാനറ്റ് അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്നുണ്ട് അല്ലെ? അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ അട്രാക്ഷനെയാണ് നമ്മൾ എന്തായിട്ട് വിലയിരുത്തുന്നത്? വെയിറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. എന്തായിട്ട് കണക്കാക്കുന്നത്? വെയിറ്റ്. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്ത്? നമ്മുടെ വെയിറ്റ് ആയിട്ട് മാറുന്നത്. മാസ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയുള്ള മാറ്ററിന്റെ അളവാണ്. അവിടെയുള്ള മാറ്ററിന്റെ അളവാണ് എന്ത്? മാസ്. അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ അതിന് പറയാം നമുക്ക് എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ഇറ്റ്. എന്താണ്? എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ഇറ്റ്. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആയിട്ടുള്ളത് മാറ്റർ ഉണ്ടോ? മാസും വോളിയം വേണ്ട സാധനത്തിനെയാണ് എന്ന് പറയുന്നത് മാറ്റർ എന്ന് പറയുന്നത്. നമുക്ക് എത്ര മാറ്റർ ഉണ്ട് എന്നുള്ളതാണ് എന്ത്? മാസ് എന്ന് പറയുന്നത്. അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ട് ഓഫ് ആരാ? എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ഇറ്റ്. എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ഇറ്റ്. അതിനെയാണ് എന്ന് പറയുന്നത് നമ്മള് മാസ് എന്ന് പറയുന്നത്. എന്താണ് അതിനെയാണ് എന്ന് പറയുന്നത്? മാസ്. നമ്മളൊരു ഒരേ അളവുള്ള പെട്ടികളാണെന്ന് കരുതുക. ഒരു പെട്ടിയിൽ കുറെ തുണി നിറച്ച് വെച്ചു, വേറൊരു പെട്ടിയിൽ ഭയങ്കര ടൈറ്റ് ചെയ്ത് കുത്തി കയറ്റി ചവിട്ടി പിടിച്ച് കുറെ തുണി കയറ്റി വെച്ചു. എവിടെയാ മാസ് കൂടുതൽ? രണ്ടാമത്തെ അല്ല മാസ് കൂടുതൽ. കാരണം എനിക്ക് കൂടുതൽ എന്ത് കയറിയിട്ടുണ്ട്? മാറ്റർ കയറിയിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിനെയാണ് എന്ത്? മാസ് എന്ന് പറയുന്നത്. മാസിന്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഓഫ് SI യൂണിറ്റ് ഓഫ് മാസ്. SI യൂണിറ്റ് ഓഫ് മാസ്. എന്താ മാസിന്റെ യൂണിറ്റ്? എന്താ? kg അല്ലെ? കിലോഗ്രാം. SI എന്ന് പറഞ്ഞ സിസ്റ്റം ഇന്റർനാഷണൽ എന്ന് പറയും. അത് ഫിസിക്സിൽ കാണും നമ്മള്. അതായത് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ത്? SI സിസ്റ്റം എന്ന് പറയുന്നത്. അതിലത്തെ യൂണിറ്റുകളെയാണ് SI യൂണിറ്റ്സ് എന്ന് പറയുന്നത്. പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു അല്ലെ? SI സിസ്റ്റം ഒക്കെ. അപ്പൊ SI യൂണിറ്റ് ഓഫ് മാസ് എന്താ? അറിയോ? കിലോഗ്രാം അല്ലെ? kg. ഇനി വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പ്ലാനറ്റുകളും ഒരു ബോഡിയിൽ അട്രാക്ട് ചെയ്യുന്ന ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിനെയാണ് എന്ന് പറയുന്നത് വെയിറ്റ് എന്ന് പറയുന്നത്. ഈ പേനേനെ ഭൂമി അട്രാക്ട് ചെയ്യുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും, അതിനെയാണ് എന്ന് പറയുന്നത് വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ത്രാസിലൊക്കെ എന്താ? വെയിറ്റ് ആണ് അല്ലെ? കാരണം നമ്മൾ ത്രാസിന്റെ ഒരു സ്ഥലത്ത് ഒരു പാത്രത്തിൽ ഒരു സാധനം വെച്ചു, അത് എങ്ങോട്ട് പോണാണോ? താഴേക്ക് പോണാണോ? ശരിയല്ലേ? അതെന്ത് താഴേക്ക് പോണത്? മുകളിലേക്ക് പോകൂടെ? മുകളിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താ? ഭൂമി അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ നമ്മൾ ആ അട്രാക്ഷന് തുല്യമായിട്ടുള്ള സാധനം പുറത്ത് വയ്ക്കും. ആ അട്രാക്ഷന് തുല്യമായിട്ടുള്ള സാധനം പുറത്ത് വയ്ക്കും, ഇപ്പുറത്ത് വയ്ക്കും. അപ്പൊ അത് എന്തായിട്ട് വരും? ഈക്വലായിട്ട് വരികയാണ്. ശരിയല്ലേ? അതിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻസ് മതി. എന്താ വെയിറ്റ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി. ആക്ടിങ് ഓൺ എ ബോഡി. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഈ പറയുന്ന വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വെയിറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? ഇറ്റ് ചേഞ്ചസ് വിത്ത് പ്ലേസ്. ഇറ്റ് ചേഞ്ചസ് വിത്ത് പ്ലേസ്. സ്ഥലം മാറുന്നതനുസരിച്ച് വെയിറ്റ് മാറില്ലേ? പക്ഷെ ഏത് മാറില്ല? മാസ് മാറില്ല കേട്ടോ. മാസ് എന്താ? മാസ് ഈസ് ഓൾവേസ് എന്താ? വെരി ഗുഡ്. മാസ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ചന്ദ്രനിൽ പോയാലും ഭൂമിയിൽ നിന്നാലും നമ്മുടെ ബോഡിയുടെ മാസ് എന്തായിരിക്കും? മാസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. ഒന്ന് പറയടാ, എന്ത് സെയിം ആയിരിക്കും? മാസ് സെയിം ആയിരിക്കും അല്ലെ? എന്ത് സെയിം ആയിരിക്കും? മാസ് സെയിം ആയിരിക്കും. പക്ഷെ എന്ത് ഡിഫറെന്റ് ആയിരിക്കും? വെയിറ്റ് ഡിഫറെന്റ് ആയിരിക്കും. കാരണം ഭൂമി കൊടുക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് അല്ല ആര് കൊടുക്കണേ? ചന്ദ്രൻ കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെ? ചന്ദ്രനിലൊക്കെ പോയിട്ട് ചാടുന്ന വീഡിയോസ് ഒക്കെ കുറച്ചുകൂടെ ഇങ്ങോട്ട് ചാടും, ഉയരത്തിലേക്ക് ചാടാൻ പറ്റും. കാരണം എന്തുകൊണ്ടാ? അട്രാക്റ്റീവ് ഫോഴ്സ് എന്താ? കുറവാ. അപ്പൊ കുറച്ചുകൂടെ ഹൈറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? ചാടാനായിട്ട്. സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ വെയിറ്റ് എന്ത് ഫീൽ ചെയ്യും? കുറവായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് എന്തുകൊണ്ട് ഇവിടെ ഭയങ്കര വെയിറ്റ് ഫീൽ ചെയ്യണം? ഭൂമിയുടെ അട്രാക്ഷൻ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ആണോ? ചന്ദ്രനിൽ പോയിട്ട് ഒരു സാധനം പൊക്കാനായിട്ട് ഇവിടെ എടുക്കുന്ന അത്ര ബുദ്ധിമുട്ടുണ്ടാ? വെള്ളത്തിന്റെ അടിയിൽ ഒരു സാധനം പൊക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാ? വലിച്ചിട്ടില്ലേ പലപ്പോഴും? വെള്ളത്തിന്റെ അടിയിൽ പൊക്കുമ്പോൾ ഭയങ്കര എന്തായിരിക്കും? ഈസി ആയിരിക്കും. പെട്ടെന്ന് വെള്ളത്തിന്റെ പുറത്തേക്ക് വരുമ്പോ എന്താ? വെയിറ്റ് കൂടുന്ന പോലെ ഫീൽ ചെയ്യാം. എന്താ കാരണം?
വെള്ളത്തിന്റെ അടിയിൽ എന്ത് ഫോഴ്സ് ഉണ്ട് പറഞ്ഞു? കറക്റ്റാ, ബോയൻസി ഫോഴ്സ് ഉണ്ട് അല്ലേ? വെരി ഗുഡ്, ബോയൻസി ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അത് എന്ത് ചെയ്യാണ്? ബോയൻസി ഫോഴ്സ് എങ്ങടാണ്? മേലേക്കല്ലേ. അപ്പൊ അട്രാക്റ്റീവ് ഫോഴ്സിന് അത് എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ സഹായം കിട്ടുകയാണ് അല്ലേ? അതുകൊണ്ടാണ് വെള്ളത്തിന്റെ അടിയിൽ വെച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ എന്ത് തോന്നണേ? അപ്പൊ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ എന്ത് മാറുണ്ട്? പറയടാ, വെള്ളത്തിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ എന്ത് മാറുണ്ട്? വെയിറ്റ് മാറുണ്ട്. പക്ഷെ അപ്പോഴും ആര് മാറില്ല? മാസ് മാറില്ല. അപ്പൊ അട്രാക്റ്റീവ് എന്തെന്ന് എഴുതിയാണ് ഇവിടെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഇതിന്റെ SI യൂണിറ്റ് എന്താ? SI യൂണിറ്റ് എന്താ? SI യൂണിറ്റ് എന്താ ആലോചിച്ചു? ഫോഴ്സ്. ഫോഴ്സിന്റെ യൂണിറ്റ് പഠിച്ചിട്ടില്ലേ? അവിടെ പറഞ്ഞോ, ന്യൂട്ടൺ. അപ്പൊ മാർക്ക് ചെയ്ത് വെച്ച് ന്യൂട്ടൺ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ആണ് ഇറ്റ് ചേഞ്ചസ് വിത്ത് പ്ലേസ് ആണ്. SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ക്യാപിറ്റൽ L ആണ് ഇതിന്റെ എന്ത് വരുന്നത്? സിമ്പിൾ വരുന്നത് ക്യാപിറ്റൽ L. ക്ലിയർ അല്ലേ? 4 ഡെഫിനിഷൻസ് പഠിച്ചു. ഏതൊക്കെയാ? ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, മാസ്, വെയിറ്റ്. ഓക്കെ, മാസ് കാണാൻ പഠിച്ചേ. എന്താ മാസ്? എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ യൂണിറ്റ് കിലോഗ്രാം അല്ലേ? kg എന്ന് പറയണ്ട, കിലോഗ്രാം എന്ന് പറയണ്ട. അത് എപ്പോഴും എന്താ? വെയിറ്റ് കോൺസ്റ്റന്റ് ആണോ? അല്ല, എന്താ വെയിറ്റ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബോഡി. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഫോഴ്സ് യൂണിറ്റ് എന്താ? അത് എന്തുകൊണ്ടിരിക്കും? ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അല്ലേ? നമ്മൾ ചന്ദ്രനിലേക്ക് പോകുമ്പോ മാറുന്നു പറഞ്ഞു. എവിടെ മാറുന്നു പറഞ്ഞു? വെള്ളത്തിൽ പോകുമ്പോ എന്താണ് മാറുന്നു? അടുത്ത ഹെഡിങ് കൊടുക്കുക, വോളിയം. വോളിയം. അടുത്ത ഹെഡിങ് കൊടുക്കുക, വോളിയം. എന്താണ് വോളിയം? വോളിയം, വോളിയം V. വോളിയം എന്താ? ഒരു സാധനത്തിന് ഇരിക്കാൻ എന്ത് വേണം? എന്ത് വേണം? കുറച്ച് സ്ഥലം വേണ്ടേ? ആ സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് അതിന്റെ എന്ത്? വോളിയം. അപ്പൊ എഴുതുക വോളിയം. എമൗണ്ട് ഓഫ് സ്പേസ് occupied. Amount of space occupied by a body. Amount of space. Amount of space occupied. Amount of space occupied by a body. Occupied by a body. ഒരു ബോഡി ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് അല്ലേ? ഈ ബെഞ്ചിൽ 4 പേര് ഇരിക്കുന്നുണ്ട്. ഒരാളോട് ഇരുന്ന് വരുന്നത് 5 പേര്. 6ാമത്തെ ആൾ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. 6ാമത്തെ ആൾക്ക് ഇരിക്കണമെങ്കിൽ അവിടെ കുറച്ച് എന്ത് വേണം? കുറച്ച് സ്പേസ് വേണം. ആ സ്പേസിന് വേണം. അപ്പൊ ഒരു സാധനത്തിന് ഇരിക്കാൻ വേണ്ട സ്ഥലം എത്രയാണോ ആ സ്ഥലത്തിന്റെ അളവിനെയാണ് എന്ന് പറയുന്നത് വോളിയം എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, വോളിയത്തിന്റെ യൂണിറ്റുകൾ സാധാരണ നമ്മൾ വലിയ യൂണിറ്റുകളെല്ലാം ഉപയോഗിക്കുന്നത്. ചെറുതും ഭയങ്കര ചെറുതായിട്ട് യൂണിറ്റാണ് കെമിസ്ട്രിയിൽ വേണ്ടി വരുന്നത്. നമ്മൾ ടെക്സ്റ്റ് ട്യൂബിൽ പഠിക്കണേ 1 ലിറ്ററിന്റെ പാത്രത്തിലാണോ എക്സ്പെരിമെന്റുകൾ ചെയ്യുക? അല്ല, അത് വളരെ കുറച്ച് സാധനങ്ങൾ വേണ്ടി വരുള്ളൂ അല്ലെ? അപ്പൊ ശ്രദ്ധിക്കുക, കുറച്ച് യൂണിറ്റുകൾ മാർക്ക് ചെയ്ത് വെക്കുക. 1 മീറ്റർ ക്യൂബ്. ഇത്തിരി വലിയ യൂണിറ്റ് ആണ്. 1 മീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബ് ആണ് എന്ത് വരിക? യൂണിറ്റ് വരിക അല്ലെ? വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അങ്ങനെയാണ് മീറ്റർ ക്യൂബ് വരുന്നത്. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 10⁻⁶ സെന്റിമീറ്റർ ക്യൂബ് ആണ്. 10⁻⁶ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ജസ്റ്റ് മാച്ച് ചെയ്തോ? കൊണ്ടുവന്നെന്താ? 1 മീറ്റർ ക്യൂബ് എന്താ? 10⁻⁶ മീറ്റർ ക്യൂബ് ആണ്. അടുത്തത് 1 ലിറ്റർ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻³ സെന്റിമീറ്റർ ക്യൂബ് ആണ്. 1 ലിറ്റർ കേട്ടോ, 10⁻³ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ഇനി 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് 1 ml. ഒരു മില്ലി ലിറ്റർ എന്ന് പറയില്ലേ നമ്മള്? 1 ml. അപ്പോ 1000 ml വെച്ചാലാണ് എത്ര ലിറ്റർ ആവുക? 1 ലിറ്റർ ആവുക അല്ലെ? 1000 ആണ് എന്ത്? 10⁻³ 10⁻³ എന്ന് പറയുന്നത് കുഴപ്പമില്ലല്ലോ. 1000. 10⁻⁶ എന്ന് പറഞ്ഞാൽ 1 എത്ര പൂജ്യം? 1 എത്ര പൂജ്യം? 6 പൂജ്യം. അത്രയേ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു യൂണിറ്റുകൾ വേഗം മാർക്ക് ചെയ്ത് പോവാ. അടുത്ത ഒരു ഡെസിമീറ്റർ ക്യൂബ്. ഒരു ഡെസിമീറ്റർ ക്യൂബ് എത്രയാണ്? ഒരു ഡെസിമീറ്റർ ക്യൂബ് വരുന്നത് 10⁻³ സെന്റിമീറ്റർ ക്യൂബ് ആണ്. 10⁻³ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഇനി ഒരു ഡെസിമീറ്റർ ക്യൂബിന് തന്നെ നമുക്ക് ഒന്ന് നോക്കി ലിറ്റർ എത്ര ആയിരിക്കും ഇത് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ഒരു ഡെസിമീറ്റർ ക്യൂബ് എത്ര ലിറ്റർ ആയിരിക്കും? എത്ര ലിറ്റർ ആയിരിക്കും? ഒരു ഡെസിമീറ്റർ ക്യൂബ് എത്ര ലിറ്റർ ആയിരിക്കും? ഒക്കെ പറഞ്ഞോ, 1 ലിറ്റർ അല്ലേ? ഇതൊക്കെ ഒന്ന് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കുക. നിർബന്ധം പറയുന്നില്ലേ മാഷ, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ എന്താണ്? മാസ് പഠിച്ചു, വെയിറ്റ് പഠിച്ചു, വോളിയം പഠിച്ചു. ഇത് വോളിയത്തിന്റെ പല പല യൂണിറ്റുകളാണ് കേട്ടോ. 1 വേണ്ടിയിട്ട് വന്നേക്കാം. പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ചെയ്തിട്ട് പിന്നെ എന്താവും? ഇത് ഡെഫിനേഷൻ ഒന്ന് പഠിച്ചോളാം. എന്താ വോളിയം?
amount of space occupied by a body. ഒരു ബോഡിക്ക് ഇരിക്കാൻ വേണ്ട സ്പേസ്, സ്ഥലം, അതിനെയാണ് എന്ന് പറയുന്നത് വോളിയം എന്ന് പറയുന്നത് അല്ലേ. ഇനി ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ കയ്യിൽ ഒരു 100 ഷർട്ട് ഉണ്ടെന്ന് കരുതുക. 100 ഷർട്ട് ഞാൻ 1 ലിറ്ററിന്റെ പെട്ടിയിൽ കയറ്റി വെച്ചു. 100 ഷർട്ട് ഞാൻ 2 ലിറ്ററിന്റെ പെട്ടിയിൽ കയറ്റി വെച്ചു. രണ്ടിലുള്ള മാസ് സെയിം ആണോ സെയിം അല്ലയോ? മനസ്സിലായില്ലേ? എന്റെ കയ്യിൽ എത്ര ഷർട്ട് ഉണ്ട്? 100 ഷർട്ട് ഉണ്ട്. 100 ഷർട്ട് ഞാൻ 1 ലിറ്ററിന്റെ പെട്ടിയിൽ കയറ്റി വെച്ചു. ചിന്തിക്കുക, 200 ഷർട്ട് ഉണ്ട് വേറെ. ആ 200 ഷർട്ടും എത്രന്റെ പെട്ടിയിൽ കയറ്റി? 1 ലിറ്ററിന്റെ പെട്ടിയിൽ കയറ്റി. രണ്ടിടത്തും മാസിൽ വ്യത്യാസം ഉണ്ടോ? മാസിൽ വ്യത്യാസം ഉണ്ടോ? മാസിൽ വ്യത്യാസം ഇല്ലടാ. ഒരെണ്ണത്തിൽ എത്രണ്ണുള്ളോ? മറ്റിൽ എത്രണ്ണ? 200 അല്ലേ? അപ്പൊ മാസ് കൂടുതലല്ലേ 200 എന്ന് പറയുന്നത്. പക്ഷെ രണ്ടും എത്രയിലെ കയറ്റി? നമ്മള് എത്രന്റെ പെട്ടിയിലെ കയറ്റിയേ? 2 ലിറ്ററിന്റെ പെട്ടിയിലെ കയറ്റിയ. രണ്ടിന്റെ എഫക്ട് ഒരുപോലെ ഇരിക്കും. രണ്ടിന്റെ എഫക്ട് ഒരുപോലെ ഇരിക്കുമോ? അല്ല. എവിടെ തിരക്ക് കൂടും? 200 ഷർട്ട് ഒരു പെട്ടിയിൽ കുത്തിക്കയറ്റി വെച്ചിട്ട് തിരക്ക് കൂടില്ലേ? അത് ഇങ്ങനെ തുറക്കുമ്പോഴേക്കും എന്ത് ചെയ്യും? ചിലപ്പോ അത് പൊട്ടിത്തെറിച്ച് പോരും അല്ലേ? ഓരോടാ. ഇവിടെ എന്താ വ്യത്യാസം? ഈ ഡിഫറൻസ് എങ്ങനെ മെഷർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയണതാ? എന്താ സാധനം? എവിടെ എന്ത് കൂടുതലാ? രണ്ടാമത്തെ പെട്ടിയിൽ എന്ത് കൂടുതലാന്ന് പറയാം? വോളിയം കൂടുതലാണോ? അതിന് മാസ് കൂടുതലാണ്, വോളിയം കുറവാണ്. വോളിയം കുറവല്ലല്ലോ, രണ്ടിടത്തും വോളിയം എന്താ? സെയിം അല്ലേ? എന്താ ടേം? എന്താ പറഞ്ഞോ? പ്രഷർ അല്ല, പ്രഷറായിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള സാധനം എന്താ? ഡെൻസിറ്റി. എവിടെ ഡെൻസിറ്റി കൂടുതല്? രണ്ടാമത്തെ അല്ലേ? അവിടെ എന്താ സംഭവിച്ചാണ്? അവിടെ യൂണിറ്റ് വോളിയത്തിലുള്ള മാസ് കൂടുതലാ കുറവാ? കൂടുതലല്ലേ? നമ്മളൊരു 1 മീറ്റർ ക്യൂബ് എടുക്കുകയാണെന്ന് കരുതാം. രണ്ടാമത്തെ പെട്ടിയിൽ കൂടുതൽ ഉണ്ടാവില്ലേ? കാരണം അവിടെ എത്ര ഷർട്ട കുത്തിയിട്ട് വെച്ചാണ്? 200 ഷർട്ടല്ലേ? ആ വെയിറ്റ് വ്യത്യാസം ഉണ്ടാവില്ലേ? വ്യത്യാസം ഉണ്ടാവോ? ഞാൻ ചോദിച്ചോട്ടെ, തമിഴ്നാട്ടിലൊക്കെ യാത്ര ചെയ്തിട്ടില്ലേ നിങ്ങള്? ഇല്ലേ? പിള്ളേരൊക്കെ പോയില്ലേ? വേളാങ്കണ്ണിക്ക് ട്രിപ്പ് പോകണ്ടാവില്ല എല്ലാ കൊല്ലവും. കൊല്ലം പോയില്ലേ ആന്ധ്ര? എന്നാ പോണേ? കഴിഞ്ഞ കൊല്ലം പോയി? എല്ലാ കൊല്ലം പോകുന്ന ആന്ധ്രയുടെ കൊണ്ട് ശരിയല്ല അവര് പറഞ്ഞ് ഇടയ്ക്ക് പോവും. ചേട്ടൻ പറയാറ് സത്യമാണ് ഞാൻ പറഞ്ഞ. അവ ഇടയ്ക്കിടയ്ക്ക് പോകാനെന്നാ പറയാറ്. ഏത് വഴിക്കണോ പോയി ശ്രദ്ധിക്കുക. മാഷ് പറഞ്ഞു അവിടുന്ന് പോയിട്ടാവല്ലോ. പോയില്ലേ? കഴിഞ്ഞ കൊല്ലം പോയില്ല? കഴിഞ്ഞ കൊല്ലം പോയിട്ടായിരുന്നല്ലോ. ആകാശത്തിന് വിട്ടത് പോയില്ലേ? ഇതെന്താ മൊത്തത്തില് ഇവിടെ പറയുന്നത് സത്യം തന്നെയാണോടാ? ഇവിടെ ചേട്ടന്മാര് പറഞ്ഞിട്ടുള്ള എവന്റെ വീട്ടിൽ നിന്ന് പോയിട്ടില്ല? ഇതുവരെ പോയിട്ടില്ലേ? വേളാങ്കണ്ണി പോയിട്ടില്ല. നിജന്റെ വീട്ടിൽ നിന്നാ കൊല്ലം പോയിട്ടില്ല? കാര്യങ്ങൾ പിടി കിട്ടിയാ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ സംഗതി. അതായത് കുറച്ച് സ്ഥലത്ത് കൂടുതൽ മാസിരിക്കുകയാണെങ്കിൽ അവിടെ എന്ത് കൂടുതലാന്ന് പറയാം? തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോ കണ്ടിട്ടില്ല ആൾക്കാരെന്താണ്? കുറച്ചാണ്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാരെ കാണാൻ ഭയങ്കര എന്താ ബുദ്ധിമുട്ടാ ആണോ? ഹൈവേയിൽ ഇങ്ങനെ പോകുമ്പോ കേരളത്തിലുള്ള പോലെയാണോ വീടുകളൊക്കെ ഉള്ളത്? അല്ല അല്ലേ? കേരളത്തിലെ വീടുകളൊക്കെ ഭയങ്കര എന്താ അടുത്തടുത്താ അല്ലെ? എല്ലാ സ്ഥലത്തും അടുത്തടുത്താണ് അല്ലേ? അപ്പോ ഇതാ ഇവിടെ ഒരു വണ്ടി വെച്ചു, മാഷ ഇവിടെ ഒരു വണ്ടി വെച്ചു. ഇതിലൊരു 100 വീട്, ഇതിലൊരു 200 വീട്. രണ്ടിന്റെയും അളവ് സെയിമാണ് കേട്ടോ. എവിടെ ഡെൻസിറ്റി കൂടുതൽ? 200 വീടിന് കൂടുതൽ. ഇത് രണ്ടും ഒരേ എഫക്റ്റ് ആണോ ഉണ്ടാക്കുക? അല്ല, ഇത് രണ്ട് എഫക്റ്റ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് വോളിയത്തിലുള്ള മാസ്. എന്താണ്? യൂണിറ്റ് വോളിയത്തിലുള്ള മാസ്. മാസ് പെർ എന്താണ്? യൂണിറ്റ് വോളിയം. മാസ് പെർ യൂണിറ്റ് വോളിയം. മാഷ് ചോദിക്കട്ടെ, ഇവിടെ ശ്രദ്ധിച്ചേ. അതായത് 200 കിലോ മാസ് 100 ലിറ്ററിൽ, 500 കിലോ മാസ് 100 ലിറ്റർ വോളിയത്തിൽ എവിടെയാണ് ഡെൻസിറ്റി കൂടുതൽ? 1 to 2ലാണ്. ഇവിടെ എത്ര ഡെൻസിറ്റി? എങ്ങനെയാണ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 200 ആണോ ഡെൻസിറ്റി? 100 ആണോ ഡെൻസിറ്റി? എന്താ ഡെൻസിറ്റി? മാസ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ലിറ്റർ ആണോ? അപ്പൊ 1 ലിറ്ററിലുള്ള എന്ത്? 1 ലിറ്ററിലുള്ള മാസിനെയാണ് എന്തെന്ന് പറയണേ?
ഡെൻസിറ്റി 200 കിലോ 100 ലിറ്ററിൽ. അപ്പൊ 1 ലിറ്ററിൽ എത്രയാ പറയാൻ പറ്റുമോ? എത്രയാ? കറക്റ്റ് ആണ്. എത്രയാ? ഒക്കെ പറഞ്ഞ 2 അല്ലേ? ശരിയാണോ പറഞ്ഞത്? ശരിയാണോ? അപ്പൊ 2 കിലോഗ്രാം പെർ ലിറ്റർ ആണ് ഇവിടുത്തെ ഡെൻസിറ്റി. എതിർപ്പില്ലല്ലോ. ഇവിടുത്തെ ഡെൻസിറ്റിയാ 1 ലിറ്ററിൽ ഇവിടെ എത്രയുണ്ട്? 500 കിലോ 100 ലിറ്ററല്ല. 1 ലിറ്ററിൽ എത്ര ഉണ്ടാവും? എത്രയാ? 5 കിലോഗ്രാം പെർ. അപ്പൊ ഡെൻസിറ്റി കാണുന്നെങ്കിൽ എങ്ങനെ ഈ 2 കിട്ടിയേ പറയാൻ പറ്റുമോ? 200 ഏതോണ്ട് ഡിവൈഡ് ചെയ്യും? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയേ? 2 കിട്ടിയത്. 2 എന്ന് പറഞ്ഞാൽ എത്ര ലിറ്ററല്ല? 1 ലിറ്ററിന്റെ എന്ത്? അപ്പൊ ഡെൻസിറ്റി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അവർ തന്നിട്ടുള്ള 200 എന്താ കിലോഗ്രാം, എന്താ മാസ്. അവർ തന്നിട്ടുള്ള മാസിനെ ലിറ്റർ ആരാ വോളിയം കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഡെൻസിറ്റി കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ വരിക? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഇതാണ് മാസ് ബൈ വോളിയം. ടോട്ടൽ മാസിനെ അതിരിക്കുന്ന ടോട്ടൽ വോളിയം കൊണ്ട് എന്ത് ചെയ്തെടുക്കുക? ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ മാസിനെ അതിരിക്കുന്ന ടോട്ടൽ വോളിയം കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. കിട്ടിയോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡെൻസിറ്റി. എന്താ ഡെൻസിറ്റി? പറയടാ. എന്താ ഡെൻസിറ്റി? മാസ് പെർ യൂണിറ്റ് വോളിയം. മാസ് പെർ യൂണിറ്റ് വോളിയം. അതിനെയാണ് എന്ന് വിളിക്കുന്നത് ഡെൻസിറ്റി വിളിക്കുന്നത്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? മാസ്. അപ്പൊ യൂണിറ്റ് പറഞ്ഞേ മക്കളെ. യൂണിറ്റ് എന്താ? യൂണിറ്റ് SI യൂണിറ്റ് രണ്ടും പഠിച്ചു നമ്മൾ. യൂണിറ്റ് എന്താ? മാസിന്റെ യൂണിറ്റ് എന്താ? വോളിയത്തിന്റെ യൂണിറ്റ് എന്താ? തൽക്കാലം എന്താ? ലിറ്റർ അല്ലേ? അപ്പോ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താ? കിലോഗ്രാം പെർ ലിറ്റർ. അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് ആണ് കിലോഗ്രാം പെർ 1 ലിറ്റർ. മീറ്റർ ക്യൂബിന്റെ ടേംസിൽ പറയാം. എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ. അപ്പൊ അതുകൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് മീറ്റർ ക്യൂബ് കൊടുത്തിട്ടുള്ളൂ SI യൂണിറ്റ് ആയിട്ട്. ലിറ്റർ എഴുതണ്ട, മീറ്റർ ക്യൂബ് എഴുതിയാൽ മതി കേട്ടോ. SI യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ബേസിക് ആയിട്ടുള്ള ടേംസ് ആണ് കേട്ടോ. ഏറ്റവും സിമ്പിൾ. കെമിസ്ട്രി നമുക്ക് ശരിക്കും പഠിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയണതാ അല്ലേ? മാഷിന് അറിയാം. മാസ് ബൈ വോളിയം പഠിച്ചിട്ടില്ല നിങ്ങൾ? 1 ക്ലാസ്സിൽ 8 ക്ലാസ്സിലോട്ട് പഠിച്ചിട്ടുണ്ടോ അല്ലേ? എന്താ കൂടെ മനസ്സിലാക്കി വെക്കുക. എന്താ യൂണിറ്റ്? യൂണിറ്റ് എവിടെ? യൂണിറ്റ് മാസം. യൂണിറ്റ് വോളിയത്തിലുള്ള യൂണിറ്റ് വോളിയത്തിലുള്ള മാസം. മലയാളത്തിൽ പറയുമ്പോ അങ്ങനെയല്ലേ പറയുക? മലയാളത്തിൽ പറയുമ്പോ എങ്ങനെ പറയാ? യൂണിറ്റ് വോളിയത്തിലുള്ള മാസ്. ഇംഗ്ലീഷ് പറയുമ്പോ എങ്ങനെ പറയാം? മാസ് പെർ യൂണിറ്റ് വോളിയം. കുഴപ്പമില്ല. ഇക്വേഷൻ എന്താ? ഇക്വേഷൻ എന്താ? മാസ് ബൈ വോളിയം. അപ്പൊ നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള സംഗതികളൊക്കെ കഴിഞ്ഞു. അപ്പൊ അതൊന്ന് റിവൈൻഡ് ചെയ്യാം. ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് കിടക്കാം കേട്ടോ. ഇതൊന്നും ആകട്ടെ. ഇത് എഴുതിയെടുത്തോ. അടുത്ത ഹെഡിങ് കൊടുക്കുക. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. അവിടെ നിന്നാണ് നമുക്ക് ഇനി മെയിൻ ആയിട്ടുള്ള സംഗതികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. അപ്പൊ അത് മാഷ് എടുക്കാൻ മുൻപ് പെട്ടെന്നൊന്ന് റിവൈൻഡ് ചെയ്ത് പോയേ. ഏറ്റവും ആദ്യം പഠിച്ചെന്താ? കെമിസ്ട്രി ഡെഫിനിഷൻ എന്താ? ബ്രാഞ്ച് ഓഫ് സയൻസ് which deals with the preparation, property, structure, reactions of steady material, material substance. Matter എന്താ? സിമ്പിൾ ആയിട്ടുള്ള ഇതിൽ പറഞ്ഞു. മാറ്റർ എന്താ? മാറ്റർ രണ്ട് കാര്യം അറിയാം. ഏതൊക്കെയാ? പ്രകാര മിക്സ്ചേഴ്സ്, പ്യൂർ സബ്സ്റ്റൻസസ്, എലിമെന്റ്സ്, കോമ്പൗണ്ട്സ്. മിക്സ്ചേഴ്സ് ഹോമോ, ഹെറ്ററോ. പ്യൂർ സബ്സ്റ്റൻസ് എന്താ? വൺ ടൈപ്പ് ഓഫ് എലിമെന്റ്. എന്താ? വൺ ടൈപ്പ് ഓഫ് ആറ്റം. കോമ്പൗണ്ട്സ് എന്താ? മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ആറ്റം. മിക്സ്ചേഴ്സ് എന്താ? more than one type of particles. Homo, uniform composition. Hetero, different composition. Examples are meaning. Physical properties and the പറയാൻ പറ്റുമോ? without change in composition. അല്ലേ? Chemical properties and the occurrence of a chemical change. മാസ്
amount of matter, unit, weight, gravitational force അല്ലേ? യൂണിറ്റ് ന്യൂട്ടൺ. യൂണിറ്റ് എന്താ? ഏതാ മാറുക? വെയിറ്റ് മാറും. മാസ് എന്താ? വോളിയം എന്താ? സ്പേസ് അല്ലേ? സ്പേസ് റിക്വയർഡ് ടു ഓക്യുപ്പൈ അല്ലേ? അല്ലെങ്കിൽ ഓക്യുപ്പൈഡ് സ്പേസ്. യൂണിറ്റുകൾ കുറെ പഠിച്ചു അല്ലേ നമ്മൾ അവിടെ കിട്ടും. ഡെൻസിറ്റി എന്താ? മാസ് പെർ യൂണിറ്റ് വോളിയം. ഇതൊക്കെ ബേസിക്സ് ആയിട്ട് നമുക്ക് അറിയുന്ന സംഗതികളാണ്. ഇതൊക്കെ നിങ്ങൾ മുന്നിൽ പഠിച്ചിട്ടുള്ളതല്ലേ? കുഴപ്പമില്ലല്ലോ. ഇത് പുതിയ കാര്യങ്ങളാണോ? മറ്റേ മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ പുതിയതാണോ അല്ലേ? അത് പഠിച്ചിട്ടോ? അങ്ങനെ പ്യുവർ സബ്സ്റ്റൻസ് പഠിച്ചിട്ടോ? മുന്നേ പഠിച്ചിട്ടോ? പത്തിൽ പഠിക്കാണ്ടോ? ഇല്ല. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവുന്നോ അല്ലേ? അറിയില്ല. ഇത് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അടുത്തിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെഡിങ് കൊടുത്തോ? ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. അപ്പൊ ആദ്യം ഈ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാം. എന്താണ് കോമ്പിനേഷൻ? അപ്പൊ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പൈൻ ചെയ്യുക അല്ലെ? കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക. ആരാ കൂടിച്ചേരുന്നത്? കെമിക്കൽസ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എല്ലാ സാധനങ്ങളും എന്താ? കെമിക്കൽസ് ആണ്. അപ്പോ ഈ കെമിക്കൽ കോമ്പിനേഷൻസ്, ഈ കെമിക്കൽസ് പരസ്പരം കൂടിച്ചേർന്ന നമ്മൾ പൊതുവെ വിളിക്കാറുള്ള പേരെന്താ? കെമിക്കൽ റിയാക്ഷൻസ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോഴുള്ള ലോസ്, മലയാളം എന്താ? നിയമങ്ങൾ. അവിടെ പാലിക്കപ്പെടുന്ന കുറച്ച് നിയമങ്ങൾ. അതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാൻ. ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളതാണ്? ഫസ്റ്റ് പഠിക്കാനുള്ള എഴുതിക്കോളാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഏതാ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമുക്ക് പഠിക്കാനുണ്ട്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് പഠിക്കാനുണ്ട്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് പഠിക്കാനുണ്ട്. നമ്മൾ ഇതിന് മുൻപേ പിന്നെ സെറ്റ് എടുത്തേക്കാണ് അല്ലേ? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഡെഫിനിറ്റ് കോമ്പോസിഷൻ എന്നുള്ള വാക്ക് കൂടി കേട്ടോ. കോമ്പോസിഷൻ 5 നിയമങ്ങളിൽ ഒരു 3 നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. പിന്നെ അവഗാഡ്രോ ലോ അല്ല, ഗെലൂസാക് ലോ. ഗെലൂസാക്സ് ലോ. പിന്നെന്താ? അവഗാഡ്രോ. എത്ര നിയമങ്ങളാണ് മക്കളെ പഠിക്കാനുള്ളത്? 5 നിയമങ്ങളാണ് ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ പഠിക്കുന്നത്. കളറ് മാറ്റാൻ കളറാണ് മോഡല് ഡെലി സാധനമാണല്ലോ. സെയിം സാധനം. ഇന്നലെ ഞാൻ ഒരു പള്ളി വെച്ചിട്ട് കൊണ്ടുപോകാൻ പോയി. വൈഫിന്റെ വീട്ടിലേക്ക് അമ്മമ്മയ്ക്കും എന്താ കുർബാന കഴിക്കുന്നു. പള്ളിയിൽ അച്ഛൻ്റെ ചെരുപ്പ് തന്നെ അവളെ സെയിം തന്നെ. 4 പിടിച്ചു ഞാൻ. ഈ സ്റ്റുഡിയോന്ന് ഡ്രസ് എടുക്കുമ്പോ ഈ പറഞ്ഞ പോലെ അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടാ? സ്റ്റുഡിയോയുടെ ചെരുപ്പ് ഇവിടെ കണ്ടു ഞാൻ. വൈഫിന്റെ ഒരു ചെരുപ്പുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം നോക്കും അല്ലേ? സെയിം സാധനം സെല് ചെയ്തോണ്ടിരിക്കുന്നു. എന്തായി? അപ്പൊ അവഗാഡ്രോ പറഞ്ഞേ. ലോസ് ഒന്നും കൈയോടെ പഠിച്ചേ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഡെഫിനിറ്റ് കോമ്പോസിഷൻ. പിന്നെന്താ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. പിന്നെന്താ? ഗെലൂസാക്സ് ലോ. ഇതാണ് ഗെലൂസാക്സ് ലോ. ഫൈനലി എന്താ? കുഴപ്പമില്ലല്ലോ. അപ്പൊ ആദ്യത്തെ ഹെഡിങ് കൊടുക്കുക ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ആദ്യത്തെ ഹെഡിങ് കൊടുക്കുക ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അടുത്ത ഹെഡിങ് എടുത്ത് എഴുതുക കേട്ടോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മാസിന്റെ കൺസർവേഷൻ ലോയാണ് എന്ത് ചെയ്യണേ? നമ്മൾ പരിശോധിക്കും. ശ്രദ്ധിക്കുക. ഈ ലോ ആദ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള ആളുടെ പേര് പഠിക്കണം. അന്റോണിയോ ലവോസിയർ എന്ന് പറയും. അന്റോണിയോ ലവോസിയർ എന്ന് മാർക്ക് ചെയ്തിട്ടാണ്. ലവോസിയർ ആണ് എന്ത് ചെയ്യണേ? ഈ ലോ ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ ഈ ലോ ഒരു ഐയുടെ ഓർമ്മ. ISI. ആരാണ് ലോ കണ്ടുപിടിച്ചവരാ? പഠിക്കണം കേട്ടോ. ചില സമയങ്ങളിലൊക്കെ ഇവിടെ ആയിട്ട് വരാറ്.
അതുപോലെ പറഞ്ഞ കണ്ടുപിടിച്ചാലാ ലവോസിയർ, ജനറലി ലവോസിയർ അല്ലെ ഓപ്ഷൻ കണ്ടുപിടിച്ചാൽ അല്ലേ. അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോ പുതിയ മാറ്റർ ഉണ്ടാവണമില്ല, ഉള്ള മാറ്റർ എന്താണ് ഇല്ലാണ്ടാവൂല. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോ എന്താ പുതിയത് വല്ലതും ഉണ്ടാവുണ്ടോ? പുതിയത് വല്ലതും ഉണ്ടാവുണ്ടോ? ഇല്ല. ഉള്ളത് ഇല്ലാണ്ടാവുണ്ട. എന്ത്? മാറ്റർ. എന്താണ് മാറ്റർ? നോക്കാം, ഇവിടെ ശ്രദ്ധിക്കും. എ എന്ന് പറയുന്ന ഒരു സാധനം എയും ബിയും ചേർന്നിട്ട് എന്തായിട്ട് മാറി? സിയും ഡി ആയിട്ട് കരുതാം, കുഴപ്പമില്ലല്ലോ. മാറ്റർ നമ്മൾ മെഷർ ചെയ്യുന്ന സാധനം എന്താ? മാറ്റർ മെഷർ ചെയ്യുന്നത് എന്തുമ്യാ? പറഞ്ഞ കറക്റ്റ് ആണ്. എന്താ? മാസ്. മാസ് എന്താ? മാസിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞേ. മാസിന്റെ ഡെഫിനിഷൻ എമൗണ്ട് ഓഫ്, ഒന്ന് പറയണി പെൺകുട്ടിയോളെ, എന്താ എന്നൊക്കെ പറഞ്ഞേ? എമൗണ്ട് ഓഫ് മാറ്റർ. അപ്പൊ മാറ്ററിന്റെ അളവ് ഏതിലിരിക്കണേ? മാസ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ എയുടെ മാസ് റിയാക്ഷൻ തുടങ്ങാണ് മുൻപ് 4 കിലോ ഉണ്ട്, ബിയുടെ മാസ് 5 കിലോ ഉണ്ട്. സിഡിയും ഡിയുടെയും മാസ് കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? എത്ര കിട്ടും? എത്ര കിട്ടും? എത്ര കിട്ടും എന്നാണ് ലവോസിയർ പറയുന്നത്? 9 തന്നെ കിട്ടും. മാസ് കൂടൂല്ല കുറയൂല. അപ്പൊ സി ചിലപ്പോ ഒരു 3 കിലോ ആയിരിക്കാം. അപ്പൊ എന്തായാലും ഡി എത്ര കിലോ വേണം? 6 കിലോ ഉണ്ടായേ പറ്റൂ. റിയാക്ഷൻ നടക്കുന്നതിന് മുൻപുള്ള മാസും റിയാക്ഷൻ നടന്നതിന് ശേഷമുള്ള മാസും സെയിം. റിയാക്ഷൻ നടക്കുന്നതിന് മുൻപുള്ള മാസും ശേഷമുള്ള മാസം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് ആര് പറയണേ? ലവോസിയർ പറയുന്നത്. പുതിയ മാസം ഉണ്ടാകുന്നില്ല, ഉള്ള മാസ് ഇല്ലാണ്ട് ആവണമില്ല, അല്ലെങ്കിൽ കുറയണമില്ല. ഇത് ഏത് റിയാക്ഷൻ എടുത്ത് നോക്കിയാലും ലവോസിയർ പറയുന്നത് ഇത് ഈ സൈഡിന് എന്താ പറയാ? കെമിക്കൽ റിയാക്ഷന്റെ ഏത് സൈഡാ? റിയാക്ടന്റ് സൈഡ് അല്ലേ. അപ്പൊ ലവോസിയർ പറഞ്ഞു വെക്കുന്നത് മാസ് ഓഫ് ആര് ഏതിനോട് ഈക്വൽ ആയിരിക്കും? മാസ് ഓഫ് പ്രോഡക്ട്സിനോട് ഈക്വൽ ആയിരിക്കും. മാസ് പോണൂല്ല, പോണൂല്ല, വരുന്നില്ല, അല്ലെ കുറയണമില്ല, കൂടൂല്ല. മാസം എപ്പോഴും എന്തായിരിക്കും? എന്താ വാക്ക്? കൺസർവേഷൻ. എന്താ കൺസർവേഷന്റെ മലയാളം? സംരക്ഷിക്കപ്പെടുക അല്ലേ. മാസം കൂടണില്ല കുറയണില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മാസം എവിടെയും പോണില്ല, മാസം എപ്പോഴും എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. മാസം പുതിയ മാസം ഉണ്ടാവുന്നുണ്ടോ? ഉള്ളത് നശിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെ പറയാം നമുക്ക്? മാറ്റർ ക്യാൻ എന്താണ് പറഞ്ഞേ? മാറ്റർ ക്യാൻ, മാറ്റർ ആണല്ലോ. മാറ്ററിന്റെ മെഷറാണ് ആര്? മാസ്. മാറ്ററിന്റെ അളവിനെയാണ് എന്ത്? മാസ് എന്ന് പറയുന്നത്. അപ്പൊ മാറ്റർ ക്യാൻ neither be created nor be destroyed. പഠിച്ചിട്ടുള്ളതാണ്, പക്ഷേ അറിയാം. neither be created during a chemical reaction. അല്ലെങ്കിൽ എങ്ങനെ പറയാം? in a chemical reaction. അല്ലെങ്കിൽ എങ്ങനെ പറയാം? in a chemical reaction. in a chemical reaction. വായിച്ചേ. in a chemical reaction എന്താ? it's equal to അവിടെ ഒരു വാക്ക് ആഡ് ചെയ്തോ. എന്താ? ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ്. കെമിക്കൽ റിയാക്ഷന് മുന്നുള്ള മാസം എത്രയാണോ അത്ര മാസം തന്നെ ഇപ്പോഴും ഉണ്ടാവും. കെമിക്കൽ റിയാക്ഷന് ശേഷം 2 സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് പഠിക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ മാറ്റർ ക്യാൻ എഴുതാൻ പറ്റേ, പഠിച്ചിട്ട് എഴുതാം. മാറ്റർ ക്യാൻ neither be destroyed, sorry, neither be created nor destroyed. ഒന്ന് പറഞ്ഞേ. മാറ്റർ ക്യാൻ neither be created. വേറൊരു ഫോമിൽ പറഞ്ഞേ. in a chemical reaction total mass of the reactants is equal to total mass of products. കുഴപ്പമില്ലല്ലോ. എഴുതാൻ വരട്ടെ. 1-2 ചെറിയ കാര്യം ഇത് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ഐഡിയ മനസ്സിലായില്ലേ? തലപോണ ഐഡിയ ഉണ്ടാ? ഇല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ, പഠിച്ചിട്ടുള്ളതാണ്. എന്റെ സംഗതി ഒന്ന് നോക്കാം. വാട്ടറിന്റെ റിയാക്ഷൻ എടുക്കാം നമുക്ക്. H2 plus O2 become എത്രയാ? 2H2. മോൾ കൺസെപ്റ്റ് ഒക്കെ കുറച്ചൊക്കെ അറിയുന്ന കരുതുന്നു മാഷ്. ഇതിന്റെ അർത്ഥം എന്താ? 2H2 പഠിപ്പിക്കാം മാഷ്. 1 മോൾ H2 ന്റെ വെയിറ്റ് എത്രയാ പറഞ്ഞേ? 1 മോൾ H2 ന്റെ വെയിറ്റ്
കെമിസ്ട്രിയിലെ എ പ്ലസ് കിട്ടിയ ആൾക്കാരല്ലേ. 1 മോൾ H2 എത്ര ഗ്രാമാണ്? 2 ഗ്രാം. H2 ഉണ്ട് കേട്ടോ. 1 എന്ന് പറയുമ്പോൾ H1 ആണെന്ന് പറഞ്ഞു. ഓക്കെ, H എത്രയാ? 1 ആണ്. H2 എന്ന് പറയുമ്പോൾ എത്ര ഇടാം? 2 ആയി. ഈ 2 എന്തിനെ എക്സ്പ്രസ് ചെയ്യാ? ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താ 1 മോളിന്റെ വെയിറ്റ് ആണോ? അപ്പൊ 1 മോൾ H2 എത്ര ഗ്രാമാ? 2 ഗ്രാം. അപ്പൊ 2 മോൾ H2 എത്ര ഗ്രാമാ? ഒരു മിഠായിക്ക് 2 രൂപ. അപ്പൊ 2 മിഠായിക്ക് എത്രയാ? അപ്പൊ 2 ഗ്രാം H2 വെയിറ്റ് എത്രയാ? 4 ഗ്രാം. അപ്പൊ ഇവിടെയുള്ള ഹൈഡ്രജൻ എത്രയാ? ഹൈഡ്രജന്റെ മാസ് എത്രയാ? പറയാൻ റോസ എത്രയാ? 4 ഗ്രാം. ഓക്സിജന്റെ മാസ് പറയാൻ പറ്റും? O എത്രയാ? O എത്രയാ? 60. അപ്പൊ O2 എത്രയാ? പറയടാ വേഗം. 32. അപ്പൊ ഇവിടെ എത്ര ഗ്രാം ഓക്സിജനാ? 32 ഗ്രാം ഓക്സിജൻ. എത്ര വാട്ടർ ഉണ്ട് നോക്കാം. H2 എന്ന് പറയുമ്പോൾ എത്ര വെയിറ്റ്? H എത്ര വെയിറ്റ് വരും? 2. വെരി ഗുഡ്. O എത്ര വരും? അപ്പൊ എത്രയാ? 2 മോൾ H2O. അപ്പൊ എത്രയാ? 36. ആണോടാ? 36 ഗ്രാം H2O. ഇവിടെ നോക്കിയേ നിങ്ങൾ. 4 പ്ലസ് 32. നമ്മളിത് വെറുതെ കൂട്ടിയിട്ട് 36 എന്നാണ് എഴുതിയത്. അല്ല, നമ്മള് വേറെ മെത്തേഡിലും കണ്ടുപിടിച്ചല്ലേ. അപ്പോൾ എത്ര തന്നെ കിട്ടി? എത്ര തന്നെ കിട്ടി? 36 കിട്ടി. അപ്പൊ ധൈര്യമായിട്ട് എങ്ങനെ എഴുതാം? മാസ് ഓഫ് ആരാ? റിയാക്ടന്റ്. മാസ് ഓഫ് റിയാക്ടന്റ് എത്രയാ? 4 പ്ലസ് 32 എത്രയാ? 36. മാസ് ഓഫ് ആരാ? പറയടാ. മാസ് ഓഫ് ആരാ? പ്രോഡക്ട്സ് ആരാ? അത് 36. 2 എന്തായിട്ട് വന്നു? ഈക്വൽ ആയിട്ട് വന്നു. എന്താ? ഇല്ലുസ്ട്രേഷൻ അല്ലെ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ ഇല്ലുസ്ട്രേഷൻ ആണ്. സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ബുക്ക് എടുത്തേ. ബുക്കിലെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചിട്ട് എഴുതിയാൽ മതി. പഠിച്ചത് അങ്ങനെ എഴുതിക്കും. എന്താ ഒന്നുകൂടെ പറഞ്ഞ് പിന്നെ ഇല്ലുസ്ട്രേഷൻ എഴുതിയിരിക്കണം. ഒന്ന് പറഞ്ഞേ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താ? സ്റ്റാർട്ടിങ് പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യാം. മാറ്റർ, എല്ലാവരും പറയും. മാറ്റർ ക്യാൻ created nor be destroyed. Matter can created nor be destroyed. വേറെ സ്റ്റേറ്റ്മെന്റോട് പറഞ്ഞേ. in a total number അല്ല, total mass. Total mass of the reactants is equal to total mass of. രണ്ട് സ്റ്റേറ്റ്മെന്റ് എഴുതിക്കൂടെ? രണ്ട് സ്റ്റേറ്റ്മെന്റ് ഭംഗിയായിട്ട് എഴുതുക. ഈ ഇല്ലുസ്ട്രേഷൻ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വയ്ക്കുക. രണ്ട് സ്റ്റേറ്റ്മെന്റ് എഴുതി വയ്ക്കുക. ഈ ഇല്ലുസ്ട്രേഷൻ ഭംഗിയായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. അടുത്ത ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ്. നമ്മൾ ഭയങ്കര പതുക്കിയാണ് പോകേട്ടാ. പ്രൊപ്പോർഷൻസ്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് സ്പീഡാക്കണ്ടേ? ഉച്ച ട്രാക്കിലേക്ക് അത് കുറച്ച് സ്പീഡാക്കണ്ടാ. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് കമ്പോസിഷൻ. കെമിസ്ട്രി നോട്ട് 2-3 സമയമായിട്ട് ചെക്ക് ചെയ്യൂട്ടാ. നോട്ട് കറക്റ്റ് ആയിട്ട് പൊക്കോളൂ. മുടങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതുപോലെ ആ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നിടത്ത് കാണുക. പറയും ഏതാ? ചാടി കയറി എഴുതാൻ പറ്റണ്ട. പഠിച്ചിട്ട് എഴുതാൻ നമുക്ക് ഇത്. എന്താ ഇത് എഴുതിയോ? ഇല്ലസ്ട്രേഷൻ എഴുതിയാ?
ഇത് എഴുതണ്ട, പുതിയ സ്റ്റേറ്റ്മെന്റ് എഴുതണ്ട, അത് മനസ്സിലാക്കി വെച്ചിട്ട് എഴുതാം. എന്തായി സെറ്റ് ചെയ്തോ? അടുത്ത ലോ നോക്കാം. അടുത്ത ലോയുടെ പേരെന്താ? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ്. എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ? അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ മറ്റൊരു പേരെന്താ? ഡെഫിനിറ്റ് കോമ്പോസിഷൻ. നോക്കാം. ആദ്യം സംഗതി പറയാം. ഇല്ലുസ്ട്രേഷൻ എഴുതിയില്ല, ഇത് മാറ്റോട്ടെ പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റേ, ഇത് പക്ഷെ പറയാം, അത് പഠിപ്പിച്ചിട്ട് എഴുതാം, സമയം തരാം. ഒരു കോമ്പൗണ്ട് എടുക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്. ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് ഞാന് തൽക്കാലം ഇത് എടുത്തിരിക്കുന്നത് എവിടുന്നാന്ന് കരുതുക, പ്ലൂട്ടോന്നാന്ന് കരുതുക, ചുമ്മാ ഒരു രസത്തിൽ. ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നാണ്? പ്ലൂട്ടോ, വേറെ സ്ഥലത്ത് നിന്നാണ്. ഇനി എവിടെ നിന്ന് കിട്ടിയ കാർബൺ ഡൈ ഓക്സൈഡ്? നമ്മുടെ ഭൂമിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു, കുഴപ്പമില്ലല്ലോ. അപ്പൊ രണ്ട് കോമ്പൗണ്ട് എന്താ? രണ്ട് സ്ഥലത്ത് നിന്ന് എടുത്തിട്ടുള്ള കോമ്പൗണ്ട് എന്താ? സെയിം ആണ് അല്ലെ? രണ്ട് കോമ്പൗണ്ട് എന്താണ്? സെയിം ആണ്, കുഴപ്പമില്ലല്ലോ. രണ്ട് കോമ്പൗണ്ട് എന്താ? സെയിം ആണ്. അപ്പൊ ഒരു ഗിവൺ കോമ്പൗണ്ടില് ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇനി നോക്കാം, പ്ലൂട്ടോ എടുത്ത കാർബൺ ഡൈ ഓക്സൈഡില് ഏതൊക്കെ എലമെന്റുകൾ ഉണ്ടാവും? ഇതിൽ കാണാൻ നിങ്ങൾക്ക് കാർബൺ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും. എതിർപ്പുണ്ടാ? ഇവിടെ വലിയ മറയ്ക്കാനുള്ള കെമിസ്ട്രി ഒന്നും പറയുന്നില്ല, സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഭൂമിയിൽ നിന്ന് എടുത്ത കാർബൺ ഡൈ ഓക്സൈഡിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടാവും? കാർബൺ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും. ശരിയല്ലേ? അങ്ങനെയുള്ള ഫോർമുല കാണാം. അപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? രണ്ടും എടുത്തിരിക്കുന്ന കോമ്പൗണ്ട് എന്താ? സെയിം കോമ്പൗണ്ടിലുള്ള എന്ത് സെയിമാ? എന്ത് സെയിമാ? ആ കോമ്പൗണ്ടിലുള്ള എന്ത് സെയിം ആയിരിക്കും? എലമെന്റ്സ് സെയിം ആയിരിക്കും. എന്താണ്? ആ കോമ്പൗണ്ടിലുള്ള എന്ത് സെയിം ആയിരിക്കും? എലമെന്റ്സ് സെയിം ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. ഈ ഒരു കാര്യം ചെയ്യാം. ഈ കാർബൺ ഡൈ ഓക്സൈഡില്, പ്ലൂട്ടോ എടുത്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡില് കാർബണിന്റെ വെയിറ്റ് എത്രയാ? CO2 കാർബണിന്റെ വെയിറ്റ് എത്രയാ? കാർബണിന്റെ വെയിറ്റ് അറിയില്ലേ? ഒക്കെ പറയും. ആ ഒരു എന്താണ് A+ പവറൊക്കെ കാണിക്കും. എത്രയാ? 12. O2 എത്രയാ? ഓക്സിജന്റെ വെയിറ്റ് എത്രയാ? ഓക്സിജന്റെ എത്രയാ? 16. O2 എന്ന് പറയുമ്പോ 32 ആണോ? അപ്പൊ അതിലുള്ള കാർബണിന്റെയും ഓക്സിജന്റെയും മാസിന്റെ റേഷ്യോ ഒന്നും പരിശോധിക്കാം. 12:32. 12:32 8ല് 3ല് ചെയ്യാം, 4ല് ചെയ്യാം. 12 4ല് എത്ര തവണയാ? 3 തവണ. 32 4ല് എത്ര പ്രാവശ്യം? 32ന് 4 എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. അപ്പൊ അവരുടെ കാർബണിന്റെയും ഓക്സിജന്റെയും റേഷ്യോ, മാസിന്റെ റേഷ്യോ എത്രയാ വന്നേ? മാസിന്റെ റേഷ്യോ എത്രയാ വന്നേ? 3:8. ഇനി ഭൂമിന്ന് എടുത്ത് നോക്കാം. ഭൂമിന്ന് എടുത്ത് നോക്കിയാൽ എത്ര വരും? ഇവിടെ 12 32 തന്നെയാ. കാരണം രണ്ട് എന്ത് കോമ്പൗണ്ടാ? അപ്പൊ മാസിന്റെ മാസിന്റെ ഈ രണ്ടു മൊത്തിട്ട് എന്താ സാധനം? മാസിന്റെ റേഷ്യോ അതെപ്പോഴും എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതൊരു ടൈമായിട്ട് അവതരിപ്പിക്കുന്നതിനാണ് പറയുന്നത് ലോയോ. അപ്പൊ എടുക്കുന്ന കോമ്പൗണ്ട് എന്താവണം? സെയിം കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എന്തായിരിക്കും? അതിലുള്ള എലമെന്റുകളുടെ മാസിന്റെ റേഷ്യോ എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. ശരിയല്ലേ? ഇപ്പൊ വേറെ രീതിയിൽ നമ്മള് റെസ്പിറേഷൻ ചെയ്യുമ്പോ എന്ത് വരുന്നുണ്ട് അല്ലെ? നമ്മള് ശ്വസിച്ചിട്ട് പുറത്തേക്ക് വിടണ എന്താ പറയണ? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ആണോ? അതും കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു പേപ്പർ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പേപ്പർ കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് പുറത്തേക്ക് വരും? അപ്പോൾ എന്ത് വരും? അതിലൊക്കെ ഉള്ള കാർബണും ഓക്സിജനും തന്നെയല്ല അതിനുള്ളത്. ആണോ? അതിലുള്ള കാർബൺ ഡൈ ഓക്സിജന്റെ റേഷ്യോ എത്രയായിരിക്കും? 3:8. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾ എവിടേക്ക് എടുത്തോ അതിലുള്ള എലമെന്റ്സ് ഏതൊക്കെയായിരിക്കും? കാർബണും ഓക്സിജനും. അതിനുള്ള മാസിന്റെ റേഷ്യോ എത്രയാ? 3:8 വരും. പ്രശ്നമില്ലല്ലോ. അത്ര
സ്റ്റേറ്റ്മെന്റ് ആക്കുക. അതാണ് മുകളിൽ കിടക്കുന്നത്. എന്താ വായിച്ചേ? പിന്നെ ഗിവൺ കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ ഓൾവേസ് വായിക്ക്, ഓൾവേസ് കണ്ടെയ്ൻ, അതിലെപ്പോഴും ഉണ്ടാവും എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ. അതാണ് നമ്മളോട് ഈ പറഞ്ഞ എത്ര 3:8. ഈ സ്റ്റേറ്റ്മെന്റിൽ ഗിവൺ കോമ്പൗണ്ട് ഏതാ? ഉദാഹരണമായിട്ട് നോക്കാം. ഗിവൺ കോമ്പൗണ്ട് ഏതായിരുന്നു? എക്സാക്ട്ലി കണ്ടെയ്ൻ ദ സെയിം, ഈ സെയിം പ്രൊപ്പോർഷൻ എത്രയായിരുന്നു? ആ സെയിം പ്രൊപ്പോർഷൻ ഓഫ് ആര്? എലമെന്റ്സ്. എലമെന്റ്സ് സെയിം അല്ലേ? ആരായിരുന്നു? കാർബൺ ഡയോക്സൈഡ്. എന്തിന്റെ പ്രൊപ്പോർഷനാ? എന്തിന്റെ പ്രൊപ്പോർഷനാ? വെയിറ്റിന്റെ പ്രൊപ്പോർഷൻ. പ്രശ്നമില്ലല്ലോ. ഞാൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ രസമാണ്, വായിച്ചേ. ദ സെയിം കോമ്പൗണ്ട്, നമ്മൾ എടുത്ത സെയിം കോമ്പൗണ്ട് ഏതാ? ഓൾവേസ് കണ്ടെയ്ൻ ദ ഏതൊക്കെ എലമെന്റ്സ്? കമ്പൈൻഡ് ഇൻ എ, അത് എത്രയായിരുന്നു? എല്ലാ കേസിലും എത്രയായിരുന്നു? കുഴപ്പമില്ലല്ലോ. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലോ ഓഫ് ഡെഫിനിറ്റ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നേ ഇതിപ്പോ എന്നിട്ട് ഇയാൾ ഈ 10 മിനിറ്റ് നിന്ന് പറയാനുള്ള കാര്യം, ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള എലമെന്റ്സ് എപ്പോഴും എല്ലായിടത്തും എന്തായിരിക്കും അല്ലേ? ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ എലമെന്റും എന്തായിരിക്കും? സെയിം ആവില്ലേ? അല്ലാണ്ട് കാർബൺ ഡയോക്സൈഡിൽ പിന്നെ നൈട്രജൻ തമ്മിൽ നോക്കി കിട്ടുമോ? ഇല്ലല്ലോ. ഇതിന് എത്ര നീ പറയാനുള്ളത്? അതിന്റെ മാസിന്റെ അളവ് എല്ലായിടത്തും എന്തായിരിക്കും? ഫോർമുല സെയിം ആണെങ്കിൽ മാസിന്റെ അളവ് റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? എന്തിനും ഇത്ര നീ പറയണേ? ഇത് നിങ്ങൾക്ക് എന്തായിട്ട് തോന്നണതാ? സിമ്പിൾ ആയിട്ട് തോന്നണതാ? അല്ലെങ്കിൽ നമുക്ക് ഇപ്പോ ഇതെന്തായിട്ട് തോന്നണതാ? സിമ്പിൾ ആയിട്ട് തോന്നണതാ? ഇത് എപ്പോ സിമ്പിൾ അല്ലായിരുന്നു? കണ്ടുപിടിക്കുന്ന സമയത്ത് സിമ്പിൾ അല്ലായിരുന്നു. എന്നാ റിയലി എന്തെങ്കിലും ഇങ്ങനെയാണ്. മനസ്സിലായ? ജോസഫ് ഫ്രോസ്റ്റ് 1700 ഇത് പറയുന്നത് എത്ര കൊല്ലായിപ്പോ? 300 കൊല്ലായില്ലേ? 325 കൊല്ലത്തിനടുത്തായിരുന്നു. ആ സമയത്ത് ഇത് എന്തറിവാ? ആ സമയത്ത് ഇത് പുതിയ അറിവാണ്. ഇപ്പൊ പുതിയ അറിവാണോ സത്യത്തില്? അല്ല. നിങ്ങളോട് ഞാൻ പഠിപ്പിച്ചേണ്ട കാര്യമുണ്ടോ? ഞാൻ നിങ്ങളുടെ കൂടെ വെറുതെ ചോദിക്കുക. കാർബൺ ഡൈ ഓക്സൈഡില് കാർബണോ ഓക്സിജൻ അല്ലാണ്ട് വേറെ എലമെന്റ് എപ്പോഴെങ്കിലും വരും സംഭവിക്കുവോ? ഇല്ല. അപ്പൊ നിങ്ങൾ വേറെ എലമെന്റ് വന്നാൽ നിങ്ങൾ എന്താ പറയാ? അത് വേറെ കോമ്പൗണ്ടാന്നല്ലേ പറയാ? അറിയണ കാര്യമാണ്. അതിലുള്ള മാസിന്റെ റേഷ്യോ എന്തായിരിക്കും? പുതിയ അറിവാണോ സത്യത്തില്? നമ്മളെ പറ്റി പുതിയ അറിവാണോ? പുതിയ കൺസെപ്റ്റ് ആണോ? അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു കാര്യമാണ് അല്ലേ? നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അല്ലേ? ആണോടാ? പക്ഷെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിക്കണം. ഇതൊക്കെ എന്താ? ഇപ്പൊ കൺസർവേഷൻ ഓഫ് മാസ് പുതിയ കാര്യമാണ്. നിങ്ങൾ അങ്ങനെ കരുതിയില്ല? 2 സാധനം കൂട്ടിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ കൂടുതൽ മാസം ഉണ്ടാവുന്ന കരുതില്ല? ഇല്ല. നമുക്ക് ഓൾറെഡി അറിയുന്നൊരു കാര്യമാണ്. പക്ഷെ ഇതൊക്കെ എന്ന് പുതിയ അറിവായിരുന്നു? കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതൊക്കെ എന്തായിരുന്നു? പുതിയ അറിവുകൾ ആയിരുന്നു എന്ന്. ആ സ്റ്റേറ്റ്മെന്റ് കൈയോടെ പഠിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ മുൻപ് കൺസർവേഷൻ ഓഫ് മാസിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് മാറ്റർ ക്യാൻ nor be destroyed in a chemical reaction. Total mass of reactant is equal to total mass of products. ഇതൊന്ന് പറഞ്ഞേ എന്താ? in a given compound, ഒരു കോമ്പൗണ്ട് കോമ്പൗണ്ടില് always contain exactly the same proportion of elements by, ഇതാണ് നമ്മുടെ നല്ലത് കേട്ടോ. ഏത് പഠിച്ചാലും നമുക്ക് കുഴപ്പമില്ല, കണ്ടുപിടിക്കണം. ആദ്യത്തെ പറഞ്ഞ in a given compound, പിന്നെ പഠിച്ചോ? in a given compound always contain exactly the same proportion of elements by weight. ഇവിടെ പറഞ്ഞ in a given compound always contain exactly the same proportion of elements by weight. അതൊന്നുകൂടെ നല്ല വെയിറ്റ് ഉള്ള സ്റ്റേറ്റ്മെന്റ്. അടിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പക്ഷെ പഠിക്കാൻ സുഖല്ലേ? വായിച്ചോക്കിയേ. The same compound always contain. കണ്ടോ? സെയിം കോമ്പൗണ്ടിൽ എപ്പോഴും എന്ത് എലമെന്റ്സ് ആ? സെയിം എലമെന്റ്സ് ആയിരിക്കും. എങ്ങനെയാ കമ്പൈൻ ചെയ്യുക? കമ്പൈൻഡിന്റെ ഫിക്സ്ഡ് റേഷ്യോ ബൈ മാസ്. ഏത് വേണേ പഠിക്കാം കേട്ടോ. നോ ഇഷ്യൂ. ഏതിലോരെ പഠിച്ചാൽ മതി. 2 പഠിച്ചാലും കുഴപ്പമില്ല, പ്രശ്നമില്ല. ഒന്നുകൂടെ പറഞ്ഞേ. In a given compound always contain the same elements. അല്ല, always contain exactly the same proportion of elements by weight. രണ്ടാമത് പറഞ്ഞത് the same compound always contain the same elements. The same compound always contain the same elements combined in a fixed ratio by mass. കുഴപ്പമില്ലല്ലോ. ഇല്ലുസ്ട്രേഷൻ ക്ലിയർ അല്ലേ? ഇല്ലുസ്ട്രേഷൻ മാഷ് വേറെ എഴുതി വെക്കാൻ കൂടെ. സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ? പഠിച്ച സ്റ്റേറ്റ്മെന്റ് ആരെ കണ്ടുപിടിച്ച്? അത് പഠിക്കണം കേട്ടോ. ആരെ കണ്ടുപിടിച്ച്? ജോസഫ് പ്രൗസ്റ്റ്. കൺസർവേഷൻ ഓഫ് മാസ് ആരാ പുട്ട് ഫോർവേഡ് ചെയ്തേ? അന്റോണിയോ ലാവോസിയർ. ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ വായിച്ചേ.
In a given compound always contains exactly the same proportion of elements by ആ statement എഴുതിയപ്പോൾ the given compound always contain ഒരു compound always contain എന്താ exactly the same proportion of elements by mass അല്ല by CO2 ഒന്നും എഴുതിയിരിക്കും കേട്ടോ, സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതിക്കോളൂ, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത് കേട്ടോ. റേഷ്യോ ഒന്ന് എഴുതിയിരിക്കോ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതി കേട്ടോ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതിയാൽ മതി. സ്റ്റേറ്റ്മെന്റ് എഴുതിയോ? പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇൻ എ ഗിവൺ കോമ്പൗണ്ട് മാറ്റിയാട്ടോ മാഷത് എന്താ? ഇൻ എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലിമെന്റ്സ് ബൈ വെയിറ്റ്. അറിയാ വാക്കല്ലോ ഒന്ന് പറഞ്ഞേ. In a given compound always contain exactly the same proportion of elements by രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? The same compound always contain the same elements combined in a fixed ratio by mass. ഒന്നുകൂടെ പറഞ്ഞേ. The same compound always contain the same compound always contain ആര്? Same elements. എങ്ങനെ കമ്പൈൻ ചെയ്യണം? Combined in a fixed ratio by ആരാ? Mass. അവിടെ മാസും വെയിറ്റ് ഒക്കെ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ. പണ്ടൊക്കെ എന്ത് മാത്രം ഉപയോഗിച്ചിരുന്നുള്ളൂ? 1700 എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഉപയോഗിക്കുള്ളൂ? മാസല്ല, വെയിറ്റ് ആണ് ഉപയോഗിക്കുക. എന്ത് ഉപയോഗിക്കുക? വെയിറ്റ്. കാരണം അന്ന് അളക്കാൻ എന്താ പറ്റുള്ളൂ? വെയിറ്റ് അളക്കാൻ പറ്റുള്ളൂ. സംഭവം എന്തിനെ കുറിച്ച് അറിയില്ല, ഭൂമിയുടെ ഗ്രാവിറ്റിനെ കുറിച്ച് അറിയില്ല. ക്ലിയർ? അതൊക്കെ പോട്ടെ. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ച് ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പഠിക്കുമ്പോൾ ആറ്റുണ്ടെന്ന് അറിയൂ. ആറ്റതിന് ശേഷം തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് മോളിക്യൂള്, ഇലക്ട്രോണിനെ ന്യൂട്രോണിനെ കുറിച്ച് ആർക്കറിയില്ല. ജോസഫ് റോക്സിനും ലവോസിയർക്കും അറിയില്ല. ഇപ്പൊ വിളിച്ചിട്ട് ആളോട് ചോദിക്കുകയാണ് എന്ത് ഇലക്ട്രോൺ ചോദിച്ചു കഴിഞ്ഞാൽ ലവോസിയർ മാറി നോക്കിക്കും, അറിയില്ല. അതാണ് പറഞ്ഞത്. നമുക്കാണ് ഇതൊക്കെ എന്ത് പഴയ അറിവുകൾ അല്ലെ, നമുക്കൊക്കെ എന്താ ഈ അറിവുകളാണ്. അവരുടെ അറിവിന്റെ പുറത്ത് നമ്മൾ കയറി ഇങ്ങനെ വരികയാണ് അല്ലെ. The same compound always contains the same elements combined in a fixed ratio by. പിന്നെ എല്ലാവരോടും മാഷും കാര്യം പറയണം. ഇത് എന്തിനാണ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഇവിടെ തന്നെ കുറെ എന്താണ് പഠിച്ചു കഴിയും, മനസ്സിലാവണ്ട. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കംപ്ലീറ്റ് റിപ്പീറ്റ് ചെയ്യണം, മനസ്സിലാവണ്ട പറയണം. അതുപോലെ റിപ്പീറ്റേഷൻ വഴിയാണ് തിയറി കുറെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ റിപ്പീറ്റേഷൻ മാത്രം പോരാ, കുറച്ച് പ്രാക്ടിക്കൽ ലെവലിൽ എന്ത് വേണം, അപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യങ്ങൾ നമ്മൾ പഠിക്കണം, മനസ്സിലാവുണ്ടാ പറയുന്നത്. അപ്പൊ മാഷോട് വീണ്ടും സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വലിയ ആൾക്കാരായിട്ട് ഇരിക്കാണ്ട് എന്ത് ചെയ്യുക, കൂടെ എന്ത് ചെയ്യുക, പറയുക. അപ്പൊ ഇവിടെ തന്നെ എന്ത് ചെയ്യും, പഠിച്ചു കഴിയും. മനസ്സിലായ വന്നത് അപ്പൊ ശ്രദ്ധിച്ചോ. ഷെയർ ചെയ്ത് കണ്ടാവുന്നല്ലേ, കുഴപ്പമൊന്നുണ്ടാകും ഇല്ലേ. അപ്പൊ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് the same compound always contain the same elements combined in a fixed ratio by mass. ഇനി അതിന്റെ ഇല്ലുസ്ട്രേഷൻ കാർബൺ ഡൈ ഓക്സൈഡ് can be formed in atmosphere by various methods. അല്ലെ, കേൾക്കാദ്യം കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ പല മാർഗങ്ങളിലൂടെ ഉണ്ടാവുന്നുണ്ട്. ഏതാ? റെസ്പിറേഷൻ വഴി ഉണ്ടാവുന്നുണ്ട്, ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് വഴിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. All these contain എന്താ? സെയിം എലമെന്റ്സ്. ആരൊക്കെയാ? കാർബൺ ഉണ്ട്. എത്ര റേഷ്യോല? കുഴപ്പമില്ല. ഇത് പൈസ ഒന്നും പഠിക്കണ്ട കേട്ടോ, നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലാവാൻ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പൊ അത് കഴിയും.
2 ലോ കഴിഞ്ഞു. സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ പറഞ്ഞേ. ഇൻ എ ഗിവൺ കോമ്പൗണ്ട് അല്ലേ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻ എ ഗിവൺ കോമ്പൗണ്ട് always contain exactly the same proportion of elements by mass. മറ്റേതായിരുന്നു? The same compound always contains same elements combined in a fixed ratio by mass. അടുത്ത ഹെഡിങ് കൊടുക്കാം, law of multiple proportions. Law of multiple proportions. Law of multiple proportions. Law of multiple proportion കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് കേട്ടോ. ജോൺ ഡാൾട്ടൺ ആണ് law of multiple proportion കണ്ടുപിടിച്ചത്. എഴുതാൻ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഇല്ലസ്ട്രേഷൻ എഴുതിയിട്ട് അപ്പോഴേക്കും മാർക്ക് സ്റ്റേറ്റ്മെന്റ്. It says that if two elements can combine, two elements, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. If two elements can combine, if two elements can combine to form more than, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് പ്ലസ് 1 ആരെങ്കിലും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. more than one compound, more than one compound, the different masses, the different masses of one of the elements that combine with the data that combine with the fixed mass of the other fixed mass of the other element, fixed mass of the other element are in a small polymer ratio. Simple polymer ratio. Illustration എഴുതിയതല്ലോ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. ഇതൊക്കെ പഠിക്കുമ്പോൾ പരീക്ഷ വരാറുണ്ട് കേട്ടോ. പറഞ്ഞില്ലേ പക്ഷേ ലാസ്റ്റ് പ്ലസ് 1 എക്സാമിൽ ഡയറക്റ്റ് ചോദിച്ചു സ്റ്റേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മറ്റൊരു ഉദാഹരണം പറയാം. ആദ്യം ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ലോയ്ക്ക് വരാം. ശ്രദ്ധിക്കുക, 2 എലമെന്റുകൾ എടുക്കണം. പക്ഷെ ഏതാ? ഹൈഡ്രജനും പിന്നെ ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ട് ഏതാ? വാട്ടർ, H2O അല്ലേ? ഏതാണ് ഇവിടെ ശ്രദ്ധിക്കുക സംസാരത്തില്? ഏതാ? H2O അല്ലേ? ഹൈഡ്രജനും ഓക്സിജൻ ചേർന്നുണ്ടാവുന്ന ഒരു കോമ്പൗണ്ട് ഏതാ? H2O. ആയിക്കോട്ടെ, H2O മാത്രമാണോ? അല്ല, വേറൊരു കോമ്പൗണ്ട് കൂടെ പറയണം. നേരത്തെ നമ്മൾ ഇതിപ്പോ കണ്ടു അല്ലേ? H2O2. H2O2ന്റെ പേരെന്താ? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? എത്ര എലമെന്റ്സ് എടുത്തു മോഷൻ? എത്ര എലമെന്റ്സ് എടുത്തു? 2 എലമെന്റ്സ് എടുത്തു. അവർ എത്ര കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നത്? 2 കോമ്പൗണ്ട് ആണോ? അതായത് മോർ ദാൻ 1 കോമ്പൗണ്ട്. എത്രയാണ്? മോർ ദാൻ 1 കോമ്പൗണ്ട്. ചിലപ്പോൾ 3 എണ്ണാവാം, 4 എണ്ണാവാം, മിനിമം 2 എണ്ണം എടുത്താണ്. നേരത്തെ എത്ര എലമെന്റ്സ് എടുത്തു? 2 എലമെന്റ്സ്. എത്ര കോമ്പൗണ്ട് ഉള്ളൂ? 1 കോമ്പൗണ്ട് ഉള്ളൂ. ഏത് ലോയോ? ലോയോ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഇവിടെ എന്താ പറഞ്ഞേ? എത്ര എലമെന്റ്സ് എടുത്തു? പറയടാ, എത്ര എലമെന്റ്സ് എടുത്തു? 2 എലമെന്റ്സ് എടുത്തു. എത്ര കോമ്പൗണ്ട് ഉണ്ടായി? 2 കോമ്പൗണ്ട് ഉണ്ടായി. 2 കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഒന്നിനേക്കാളും കൂടുതലാണ്. മോർ ദാൻ 1 കോമ്പൗണ്ട്. നോക്കാം, ശ്രദ്ധിക്കട്ടെ, നന്നായി ശ്രദ്ധിക്കട്ടെ മക്കളെ. എച്ചിന്റെ വെയിറ്റ് എത്രയാ? ഇതില് H2O എച്ചിന്റെ വെയിറ്റ് എത്രയാ? 2. കറക്റ്റ് ആണ്. ഓടെ വെയിറ്റ് എത്രയാ? 16. അല്ലടാ, H2O2 എച്ചിന്റെ വെയിറ്റ് എത്രയാ? 2. ഓന്റെ വെയിറ്റ് എത്രയാ? 32. അപ്പൊ ഈ 2 കോമ്പൗണ്ടിലും ഒരു സാധനത്തിന്റെ മാസ് എന്താ? സെയിം ആണ്, ഫിക്സ്ഡ് ആണ് അല്ലേ? ആരുടെ അത്? ഹൈഡ്രജൻ. എത്രയാണ്? 2. അപ്പൊ മറ്റേ ആളുടെ മാസുകൾ നമ്മൾ നോക്കാം. മറ്റേ ആള് ആരാ? അതിന്റെ മാസസ് ഡിഫറന്റ് ആണോ? കണ്ടത് ഡിഫറന്റ് ആണെന്ന് തോന്നുന്നില്ല. ഇത് എത്രയാ? 16. ഇത് എത്രയാ? 32. ഡിഫറന്റ് ആണോ? ഡിഫറന്റ് ആണ് അല്ലേ?
ആണോടാ? ആ ഡിഫറെന്റ് മാസുകൾ തമ്മിലുള്ള റേഷ്യോ ഒന്ന് എടുത്ത് നോക്കിയേ. 16:32 എത്ര വരിക? 1:2. എത്ര വരിക? 1:2. അതൊരു ഹോൾ നമ്പർ റേഷ്യോ അല്ലേ? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ അല്ലേ? ആണോ? ശരിയല്ലേ? അതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണോ? അതെ. ഒരു കേസ് കൂടെ നോക്കാം. കാർബണും ഓക്സിജൻ എടുത്തു. ഏതെടുക്കുന്നത്? കാർബണും ഓക്സിജനും. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടതാണ്. കാർബൺ എടുത്തു, ഓക്സിജൻ എടുത്തു. ഒരു കോമ്പൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്, ഒരു കോമ്പൗണ്ട് കാർബൺ മോണോക്സൈഡ്. എതിർപ്പില്ലല്ലോ. എത്ര എലമെന്റ്സ് മാഷ് എടുത്തു? ഒക്കെ പറ. 2 എലമെന്റ്സ്. എത്ര കോമ്പൗണ്ട് ഉണ്ടാക്കി? 2 എന്ന് പറയുമ്പോൾ അതെന്താ? മോർ ദാൻ 1 കോമ്പൗണ്ട് ആണ് അല്ലേ? ഇതിന് കാർബണിന്റെ വെയിറ്റ് എത്രയാ? കാർബണിന്റെ വെയിറ്റ് ദയവായി പറയേ 12 അല്ലേ? ഇതിൽ ഓക്സിജന്റെ വെയിറ്റ് എത്രയാ? 32. ഇതില് കാർബണിന്റെ വെയിറ്റ് എത്രയാ? ഓക്സിജന്റെ വെയിറ്റ് എത്രയാ? കാർബണിന്റെ വെയിറ്റ് എന്താണ് മക്കളെ? ഫിക്സ്ഡ് ആണ്. ഓക്സിജന്റെ വെയിറ്റ് ഡിഫറെന്റ് ആണോ? ഡിഫറെന്റ് ആണ്. റേഷ്യോ നോക്കിയാൽ നിങ്ങൾ 32:16 എത്ര? 2:1. അതെന്താണ്? ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. അപ്പൊ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിൽ പറയുന്നത് എന്താ? എത്ര എലമെന്റ്സ് എടുത്തു മാഷ്? എത്ര എലമെന്റ്സ് എടുത്തു? 2 എലമെന്റ്സ് അല്ലേ? ഈ 2 എലമെന്റ്സ് അല്ലേ, അവരെന്ത് ചെയ്തു? 2 എലമെന്റ്സ് എന്ത് ചെയ്തു? കമ്പൈൻ ചെയ്തു. ഇതിന് എത്ര കോമ്പൗണ്ട് ഉണ്ടാവും? അപ്പൊ 2 എലമെന്റ്സ് കമ്പൈൻ ടു ഫോം 2 കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ മോർ ദാൻ 1 കോമ്പൗണ്ട്. ഇവിടെ നോക്കി 2 എലമെന്റ്സ് കമ്പൈൻ ടു ഫോം മോർ ദാൻ 1 കോമ്പൗണ്ട് അല്ലേ? If 2 elements can combine to form more than 1 compound. അപ്പൊ ഡിഫറെന്റ് മാസസ് വരുന്ന എലമെന്റിന്റെ റേഷ്യോ അല്ലെ? എപ്പോ മറ്റേ ആളുടെ മാസം എന്താക്കി നിർത്തണം? ഫിക്സ്ഡ് ആക്കി നിർത്തുകയാണെങ്കിൽ, ഒരാളുടെ മാസ് ഫിക്സ്ഡ് ആക്കി നിർത്തുകയാണെങ്കിൽ ഡിഫറെന്റ് മാസസ് തമ്മിലുള്ള റേഷ്യോ എന്ത് റേഷ്യോ ആയിരിക്കും? എപ്പോഴും എന്തായിരിക്കും? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. എപ്പോഴും എന്തായിരിക്കും? അതായത് ഒരാളുടെ മാസിനെ എന്താക്കുക? പറയും, ഒരാളുടെ മാസിനെ എന്താക്കുക? അപ്പൊ മറ്റേ മാസം എന്തായിരിക്കും? മറ്റേ മാസം എന്തായിരിക്കും? അല്ല, മാസം എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഒരു എലമെന്റിന്റെ മാസിനെ എന്താക്കാം? ഫിക്സ്ഡ് ആക്കാം. ഒരു എലമെന്റിന്റെ മാസിനെ എന്താക്കാം? അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റേ ആളുടെ മാസം എന്തായിരിക്കും? ഡിഫറെന്റ് ആയിട്ട് വരും. ആ ഡിഫറെന്റ് ആയിട്ട് വരുന്ന മാസസിന്റെ റേഷ്യോ എന്തായിരിക്കും? ആ ഡിഫറെന്റ് ആയിട്ട് വരുന്ന മാസസിന്റെ റേഷ്യോ എന്തായിരിക്കും? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. പിടിയോ? ഇപ്പൊ എത്ര കോമ്പൗണ്ട് ചെയ്തു? നമ്മള് 2 കേസ് ചെയ്തു അല്ലെ? ഹൈഡ്രജനും ഓക്സിജനും ചെയ്തു, പിന്നെ ഏത് ചെയ്തു? കാർബണും ഓക്സിജനും. പിടിയോ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചേ. ഇപ്പോൾ പക്ഷെ മോള് വായിക്കില്ല കേട്ടോ, മോള് വായിക്കാം. എന്താ? If 2 elements combine to form more than 1 compound, and the different masses of one of the element combined with the fixed mass of another by a simple whole number ratio. If 2 elements can combine to form more than 1 compound, the different masses of one of the elementuകളിൽ different masses ഉള്ള elements എങ്ങനെ? that combine with എങ്ങനെയാ? that combine with the fixed mass of other are in a simple whole number ratio. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പക്ഷേ എപ്പോഴും ചോദിക്കുന്നത് ഇതെല്ലാവരും പഠിക്കും. ഐഡിയ മനസ്സിലായോ? ഒന്നുകൂടെ മാഷ് റിപ്പീറ്റ് ചെയ്യാം. 2 എലമെന്റുകൾ ചേർന്നിട്ട് ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു എലമെന്റിന്റെ മാസിനെ നമ്മൾ ഫിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ മറ്റേ എലമെന്റിന്റെ മാസുകൾ തമ്മിലുള്ള റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഒന്നുകൂടെ പറയാം. 2 എലമെന്റുകൾ തമ്മിൽ ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാകുമ്പോൾ ഒരു എലമെന്റിന്റെ മാസിനെ നമ്മൾ ഫിക്സ് ആക്കി നിർത്തി കഴിഞ്ഞാൽ മറ്റേ ആൾക്കാരുടെ മാസസ് ഡിഫറെന്റ് ആയിരിക്കും. ആ ഡിഫറെന്റ് ആയിരിക്കുന്നത് മാത്രമല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള മാസുകളുടെ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഇവിടെ തന്നെ പഠിച്ചു പോകണം കേട്ടോ. റീഡ് ചെയ്തേ. If 2 elements, ആദ്യത്തെ സെക്ഷൻ ഇവിടെ വരെ പഠിച്ചു കഴിഞ്ഞിട്ടോ. എന്താ? If 2 elements can combine to form more than 1 compound. എന്ന് പറഞ്ഞാൽ if 2 elements can combine to form more than 1 compound.
ശ്രദ്ധിച്ചു വായിച്ചേ. The different masses of one of the element, the different masses of one of the element that combine with the fixed mass of other, that combine with the fixed mass of ആരാ other ആണോ? അപ്പൊ അവിടെ വരുന്നത് പറഞ്ഞേ when two elements combine to form more than one compound, the different masses of one of the element that combine with the ആരാ fixed mass of other എന്താണ് element R ന്റെ fixed mass of the other element R ന്റെ സിമ്പിൾ മോൾ നമ്പർ. ഇപ്പൊ നല്ല പ്രശ്നം പറഞ്ഞേ നോക്കിക്കോ കിട്ടുന്നത് അത് പറഞ്ഞേ എന്താ തുറക്കിങ്ങനെ if two elements can combine to form more than one compound അല്ലേ more than one compound, the different masses of one of the element ആരുടെ കമ്പൈൻ ചെയ്യുന്ന ആരുടെ കമ്പൈൻ വിത്ത് ഫിക്സ്ഡ് മാസ് ഓഫ് അനദർ ആറിന്റെ അതർ എലമെന്റ് ആറിന്റെ സിമ്പിൾ മോൾ. അതുകൊണ്ട് പറഞ്ഞേ if two elements combine to form more than one compound, അതുകൊണ്ട് പറഞ്ഞേ ആ ഭാഗം മാത്രം പറഞ്ഞേ if two elements combine to form more than one compound, the different masses of one of the element that combine with the fixed mass of another element are in a simple molar function. കുഴപ്പമുണ്ടോ? വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷ ഇപ്പോഴും വരുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ്. ആരെ കണ്ടുപിടിച്ചേ? ജോൺ ഡാൾട്ടൺ. ലോന്റെ പേരെന്താ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഒന്നുകൂടെ പറഞ്ഞേ if combine to form more than one compound, ആരാ the different one of the element that other element in a simple molar number ratio. കുഴപ്പമില്ലല്ലോ. പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. മറക്കരുത്, ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യണ്ടേ? അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഹൈഡ്രജൻ ഓക്സിജൻ എഴുതുക, H2O H2O2 എന്ന് എഴുതുക, H2O16 H2O32. എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങള്? മാസ് ഓഫ് ആരാ ഫിക്സ്ഡ്? മാസ് ഓഫ് ആരാ ഫിക്സ്ഡ്? മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് പറയേ ഫിക്സ്ഡ്. ദെൻ മാസ് ഓഫ് ratio of mass of oxygen. Ratio of mass of oxygen is എത്രയാ? 1:2. അങ്ങനെ എഴുതിയാൽ മതി. വേർഡ്സ് ആക്കി എഴുതുന്നത് മനസ്സിലായ? പക്ഷേ മാറ്റത്തിൽ അറിയുന്നല്ലോ. എഴുതിപ്പിടിയാ എഴുതണ മുന്നേ ഒരു ആർക്കെങ്കിലും സ്റ്റേറ്റ്മെന്റ് കാണാൻ പറയാൻ പറ്റുന്ന നോക്കി ഒന്ന് പറഞ്ഞു നോക്കി. ഒന്ന് പറഞ്ഞാൽ പറ്റേ കേട്ട പക്ഷെ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞു നോക്കി. ഏതാ മൊത്തം നോക്കി പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിന്നോട് പറയണ ഞാൻ ഇത് ശ്രമിച്ചു നോക്കണ. മൊത്തം നോക്കി പറഞ്ഞ വേണ if two elements one compound that combine with the fixed mass of ലാസ്റ്റ് എന്താ ആറിനെ പഠിച്ചല്ലോ. ആൻഡ്രോസ് എന്ന് പറഞ്ഞു നോക്കി. ആൻഡ്രോസ് എഴുതി ആൻഡ്രോസ് എന്ന് പറഞ്ഞു നോക്കി. The different masses one of the element with the other element simple molar number ratio. Very good. ആരാ പറയുന്നത്? വീണെന്ന് പറഞ്ഞു നോക്കി. One of the different masses of that with the that combine with the other element മാസിനെ എന്താക്കണം? that combine with the mass of other element. ഇവിടുന്ന് ആരാ പറയുന്നേ? ആകാശം എന്ന് പറഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞു നോക്കി. Masses of that. Very good, very good. സാന്ദ്രം എന്ന് പറഞ്ഞു നോക്കി. One compound. The different
element that is combined with the mass of other element in a അപ്പോൾ ഇവിടെ നിന്ന് കുറെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ തന്നെ കുറെ പഠിപ്പിക്കാൻ നോക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് അപ്പൊ നിങ്ങൾക്ക് എന്താ സമയം പിന്നീടില്ല. സ്കൂളൊക്കെ തുറക്കുമ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കാണ്ടാവില്ല. സ്കൂളിൽ കേൾക്കും അത്, പക്ഷെ നമ്മുടെ കുറെ സമയം ചോർന്ന് പോവാതെ 9 മണിയായി അല്ലേ? അപ്പൊ അടുത്ത ബാക്കി 2 ലോട്ട് ക്ലാസ് നോക്കാം അല്ലെ? ഈ മാസം ഫീസ് എല്ലാവരും അടക്കണം. ഈ മാസം എത്ര ഫീസ്? 900 ആണ് ഫീസ്. മന്ത് ആദ്യം അടക്കണം കേട്ടോ. ആദ്യത്തിൽ ബാക്കിയുള്ള അടച്ചാൽ മതി കേട്ടോ. അപ്പൊ എത്രയും കൂടെ അടച്ചാൽ മതി? 250 കൂടെ അടച്ചാൽ മതി. ഓക്കെ. പുതിയത് വന്നിട്ട് മുകളിൽ ക്ലാസ് കണ്ട സെറ്റിന്റെ എവിടെ കാണൂലേ? 2 ഓടിയേ ഉള്ളൂ. അപ്പൊ നാളേക്ക് കണ്ട് തീർക്കും. അത് നോട്ട് കൊണ്ടുവരും. എന്നിട്ട് നോട്ട് എഴുതിയിട്ട് അപ്പൊ നാളെ പരീക്ഷ വയ്ക്കട്ടെ. എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ കാണോ ക്ലാസ് ഒന്ന് കാണോ, എന്നിട്ട് ഒരുമിച്ച് വയ്ക്കാൻ പരീക്ഷ എന്ന് വെച്ചാൽ കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ക്ലാസ്? കാണണം. ഈ അശ്വിന്റെ രീതിയില്ലേ കണ്ടപ്പോ മനസ്സിലായി ചോദിക്കാൻ. ശ്രദ്ധിക്കുക. ആദ്യം ഈ സെക്ഷൻ ഒന്ന് റിവൈൻഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ റിവൈൻഡ് ചെയ്യാം. എത്ര ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസാ? എത്ര? 5 എണ്ണം. പേരുകൾ പറഞ്ഞേ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഗേ-ലൂസാക്സ് ലോ, അവഗാഡ്രോ ലോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്താ? മാറ്റർ ക്യാൻ neither be created nor be destroyed. അല്ലെങ്കിൽ in a chemical reaction total mass of the reactant is equal to total mass of the product. ആരാ കണ്ടുപിടിച്ചേ? അന്റോണിയോ ലോമോസ്. അടുത്ത ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. എന്തായിരുന്നു ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ്? in a given compound always contain exactly the same elements by weight അല്ല, same proportion of elements by weight. നിങ്ങൾ പറഞ്ഞേ. in a given compound always contain exactly the same proportion of elements by weight. Simple ആയിട്ട് definition എന്തായിരുന്നു? The same compound always contains same elements in a fixed ratio by mass. ഇത് പറയടാ. The same element അല്ലല്ലോ, the same compound always contain same elements exactly combined in a fixed ratio by mass. Law of multiple proportion പറഞ്ഞേ. If 2 elements combine to form more than one compound, the different masses of one of the elements that combine with the fixed mass of other element are in a simple whole number ratio. Starting whole number പറഞ്ഞേ. Chemistry എന്താ? Deals with the preparation property, preparation, structure, reactions of material substances. അല്ലേ? മാറ്റർ എന്താ? മാസ് പ്ലസ് വോളിയം. മാറ്റർ എന്തിന്റെ കാര്യങ്ങൾ ശരി അല്ല? മാറ്റർ സ്റ്റേറ്റ് പറഞ്ഞു. എത്ര സ്റ്റേറ്റാ? 7 സ്റ്റേറ്റ് ആക്കിയിട്ടോ. ഏതൊക്കെയാ? സോളിഡ്, ഗ്യാസ്, ലിക്വിഡ്, പ്ലാസ്മ, ബോസൈസ്റ്റൈൻ കണ്ടൻസ് സ്റ്റേറ്റ്, ബർമോണിക് സ്റ്റേറ്റ്, ക്വാർട്ടർ പ്ലാസ്മ അല്ലേ? 7 കേട്ടോ. ക്ലാസ്സിൽ കാണും. പിന്നെ എത്രയായിട്ട് തിരിച്ചു മാറ്ററിനെ? വേഗം പറഞ്ഞു. 2 ഏതൊക്കെയാ? പ്യൂർ സബ്സ്റ്റൻസസ് എന്താ? ഓൺലി എത്രയായിട്ട് തന്നിരിക്കാം? 2. എത്രയായിട്ട് തന്നിരിക്കാം? 2. വെരി ഗുഡ്. ഏതൊക്കെയാ? എലമെന്റ്സ് എന്താ? 1 ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് എന്താ? മിക്സേഴ്സ് എന്താ? മോർ ദാൻ 1 ടൈപ്പ് ഓഫ് വൺ. എത്രയായിട്ട് തന്നിരിക്കാം? ഏതൊക്കെയാ? ഹോമോ എന്താ? ഒറ്റ വാക്ക്. യൂണിഫോം കോമ്പോസിഷൻ. ഹെട്രോ എന്താ? different composition at different parts. Common examples പറഞ്ഞേ. all types of solution. Heteron examples sea water, muddy water, soil. Physical properties എന്താ? which can be measured without change in composition. പറയില്ല. without change in composition ആണോ? boiling point, melting point, color, order അല്ലേ? പിന്നെ chemical properties are the which can be measured only by the occurrence of a chemical change. Which can only by the measured only by the occurrence of a chemical change. Reactivity with acids, bases, combustibility. ആണോ? വോളിയം എന്താ? വോളിയം അല്ല പിന്നെ പറഞ്ഞേ. വോളിയം തന്നെയാണോ പറഞ്ഞേ? വോളിയം എന്തായിരുന്നു?
പറയും വോളിയം അല്ല മാസ് വെയിറ്റ് പറഞ്ഞല്ലേ. മാസ് എന്താ ഒറ്റ വാക്ക്? എമൗണ്ട് ഓഫ് വെയിറ്റ് എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഏതാ മാറുക? ഓക്കെ ബോഡി ഏതാ മാറുക? ഏതാ കോൺസ്റ്റന്റ്? മാസിന്റെ യൂണിറ്റ് kg, വെയിറ്റിന്റെ യൂണിറ്റ് വോളിയം, ഇരിക്കാൻ വേണ്ട സ്ഥലം അല്ലേ, ഓക്യുപൈഡ് സ്പേസ്. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ മാസ് ബൈ ഡെൻസിറ്റി അല്ല സോറി മാസ് ബൈ വോളിയം തെറ്റി പറഞ്ഞ സോറി. ചെക്ക് ചെയ്താ. അടുത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മാറ്റർ ക്യാൻ neither be created nor be destroyed. ആരാണ് പഠിച്ചത്? അന്റോണിയോ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ് പറഞ്ഞ് എളുപ്പമുള്ളത് പറഞ്ഞോ. എന്താ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ? ദ സെയിം കോമ്പൗണ്ട് പറയേ. ദ സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ്സ് combined in a fixed ratio by mass. Multiple proportion പറഞ്ഞ് ലാസ്റ്റ്. If two elements combine to form more than one compound, the different masses of one of the elements that combine with the fixed mass of other element in a simple whole number. ഈ മാസം ഫീസ് എല്ലാവരും അടയ്ക്കണം. ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾ പറയാം കേട്ടോ. ക്ലാസിന്റെ കാര്യം ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നത് പിള്ളേരെ കൊണ്ടുവന്നോളാം. ഓക്കെ. പിന്നെന്താ വേറെ ഒന്നുമില്ലല്ലോ. ഇത് ചോദിച്ചിട്ടില്ല. ഇപ്പൊ കുറെ തവണ ഞാൻ റിവൈൻഡ് ചെയ്തു. കാരണം ചോദിക്കുന്നില്ല. പഠിച്ചിട്ടുണ്ടാ? ഉറപ്പാണോ? ഇന്ന് തല്ലാൻ വെച്ചിട്ട് വന്നത് ഞാൻ. നിങ്ങളൊരു മാനസിക അവസ്ഥ കിട്ടിയില്ല. എനിക്ക് മൂഡ് കിട്ടുമ്പോൾ തല്ലാൻ പറ്റുള്ളൂ. ഇത് ഹാപ്പി മൂഡാ അന്വേഷിക്കുക. അപ്പൊ പഠിച്ചിട്ട് വരിക കേട്ടോ. ടൂറിന് പോയിട്ട്